ദൈവം അനുഗ്രഹിച്ചാൽ മക്കളെ റിസൾട്ട് ഉണ്ടാവും. ഞാനൊരു സംഭവം കാണിച്ചു തരട്ടെ. ഉൽപ്പത്തി 12 എടുത്ത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാണ്, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി. ഇതാരാ പറഞ്ഞേ? ദൈവം. ആരോടാ പറഞ്ഞേ? അബ്രഹാമിനോട്. 12:2 ദൈവം അനുഗ്രഹിച്ചു. 13:2 എന്റെ റിസൾട്ട് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. 12:2 അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ 13:2 അതിന്റെ റിസൾട്ട് കാണുക. ഞാൻ ഈ വാക്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിശ്വസിക്കുന്നവരോട് പറയാം, നിന്റെ ദേശക്കാരുടെ നടുവിൽ, നിന്നെ പരിഹസിച്ചവരുടെ നടുവിൽ എന്റെ ദൈവം നിന്നെ ഒരു അബ്രഹാമിനെ പോലെ മാനിക്കണം. അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ ക്രിസ്തുവേശുവിൽ ജാതികളുടെ മേൽ വരുന്നു. വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. ആരാണ് അബ്രഹാമിന്റെ മക്കൾ? വിശ്വാസികളെല്ലാം കൂടെ ആമീൻ പറഞ്ഞേ. അങ്ങനാണെങ്കിൽ വിശ്വാസിയെ നീ അബ്രഹാമിനെ പോലെ അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മൾ ഒരുമിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ആയിരിക്കുന്നത്. ആ സന്നിധി ബോധത്തോടു കൂടി നമുക്ക് ആയിരിക്കാം. പ്രാർത്ഥനയോടെ ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് ഉറ്റിരിക്കാം. കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് തൻ്റെ വചനത്തിലൂടെ സംസാരിക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ, മുൻപോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് വേണ്ടുന്നതായ പ്രകാശം തൻ്റെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ടതിനായി നമുക്ക് കാത്തിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുമല്ലോ. അതിൽ അവസാനം, അതായത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു നിർത്തിയത്, നമുക്ക് ഈ ഭാഗം ഇങ്ങനെ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത ദിവസം കർത്താവിൻ്റെ ദാസന്മാർ കൂടാരപ്പണി ചെയ്യണമോ വേണ്ടയോ എന്ന കാര്യത്തിലേക്ക് കടക്കാമെന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ് നിർത്തിയത്. എന്നാൽ കൂടാരപ്പണിയിലേക്ക് കയറാനായിട്ട് കഴിയാതെ വണ്ണം മറ്റ് പല കാര്യങ്ങളും ഇങ്ങനെ മുൻപിൽ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നു പല നിലകളിൽ. അതുകൊണ്ട് കൂടാരത്തിൻ്റെ പണിയിലേക്ക് നമുക്ക് വരും ദിവസങ്ങളിൽ എന്തായാലും കടക്കാം. ഇപ്പോൾ നമ്മൾ ഈ കൂടി വന്നിരിക്കുന്ന ഈ ദിവസം തന്നെ ഈ ആഴ്ചയുടെ അവസാന ദിവസമാണല്ലോ. ഈ കഴിഞ്ഞു പോയ ഒരാഴ്ച വളരെ സംഭവബഹുലമായിരുന്നു. പലവിധമായ കാര്യങ്ങൾ ലോകമെമ്പാടും എടുത്ത് പഠിക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ വരികയാണ്. അതിൽ എന്നെ കഴിഞ്ഞ ദിവസം വലിയ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ മാള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 6 വയസ്സുകാരൻ കുഞ്ഞിൻ്റെ മരണം. അത് മനുഷ്യർക്കെല്ലാം ഹൃദയവ്യതയുണ്ടാകുന്നൊരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ ഓർത്തു പോവുകയാണ്. അവർ എന്തുമാത്രം വേദനയിലൂടെയും ഹൃദയത്തകർച്ചയിലൂടെയൊക്കെ കടന്നുപോയി കാണും. ദൈവമേ, അവർക്ക് എങ്ങനെ ആശ്വാസം ലഭിക്കും? അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി. അപ്പം അതിനോടൊക്കെയുള്ള ബന്ധത്തിൽ കഴിഞ്ഞ മാസം നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ, അതായത് മാർച്ച് മാസം ഒടുവിൽ നമ്മളിതുപോലെ വചനം ധ്യാനിക്കാനിരിക്കുമ്പോൾ അന്ന് നമ്മുടെ മുമ്പാകെ ഒരു കാര്യം തെളിഞ്ഞു വരികയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യമായ മ്യാൻമാറിലും അതിൻ്റെ തൊട്ടപ്പുറം തായ്ലാൻഡിലും ഒരു ബൃഹത്തായ ഭൂകമ്പം ഉണ്ടായി. റിക്ടർ സ്കെയിലിൽ 7 or 8 ഒക്കെ രേഖപ്പെടുത്തിയ വലിയ ഭൂകമ്പമാണ്. പെട്ടെന്ന് ആളുകൾ പലതും ചിന്തിക്കും. എന്നാലും നമ്മളെ സംബന്ധിച്ച് ചിന്ത എങ്ങോട്ടാണ് പോകുന്നത്? മത്തായി 24 പോകും. എന്നാ സംഭവിച്ചാലും അങ്ങോട്ട് പോകും. കൊറോണ വന്നാൽ നമ്മുടെ ചിന്ത എങ്ങോട്ടാണ് പോകുന്നത്? സെയിം മത്തായി 24 പോകും. അതായത് മനുഷ്യപുത്രൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഭൂതലത്തിൽ ക്ഷാമവും ഭൂകമ്പവും ഒക്കെ അങ്ങിങ്ങായി ഉണ്ടാകും. മഹാവ്യാധികളല്ലേ ഉണ്ടായത്. അപ്പോൾ മഹാവ്യാധികളും ഇത്യാദി കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, മനുഷ്യപുത്രൻ വാതിൽക്കലാണ്. അപ്പോൾ അങ്ങനെ വാതിൽക്കലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസന്മാരായ ഞങ്ങളെപ്പോലെയുള്ളവരുടെ ഉത്തരവാദിത്വമാണ് വിശുദ്ധന്മാരെ മണവാളൻ്റെ അടുക്കൽ എത്തിക്കാൻ പാകത്തിന് ഒരുക്കുക എന്നുള്ളത്. വചനത്തിലൂടെ, തൻ്റെ ആത്മാവിലൂടെ അതിന് തക്കതായ നിലയിലാണ് ദൈവവചനം ഘോഷിക്കേണ്ടതും ടീച്ച് ചെയ്യേണ്ടതും ഒക്കെ. അതല്ലാതെ കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ 2 കൊരിന്ത്യർ ലേഖനം 8-9 അധ്യായത്തിലേക്ക് പോയിട്ട് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സകലത്തിൽ സമ്പന്നരാകണം. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള സകല ചവറും നമ്മൾ നമ്മുടേതാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ ആ ചവറുകളുടെ ഒരു സമൃദ്ധിയിലേക്ക് കടന്നു വരേണ്ടതുണ്ട് എന്ന നിലയിൽ പലരും പ്രസംഗിക്കുന്നതൊക്കെ കേട്ടല്ലോ.
അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ സംസാരിച്ചു പോയത്. ഇത് രണ്ടും നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്, രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ കുഞ്ഞിൻ്റെ മരണം എന്ന് പറയുന്നത് സങ്കടകരമായൊരു കാര്യമായിരുന്നു. അതുപോലെ അനവധി കാര്യങ്ങൾ പറയാനുള്ളൊരാഴ്ചയാണ്. അതായത് ഒരു ഓർഡറിലല്ലാതെ തന്നെ പല കാര്യങ്ങളും പറയേണ്ടതുണ്ട്. അടുത്തൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ മെസ്സേജിൽ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ നമുക്ക് പറ്റത്തില്ല. ഓൺലൈൻ സംവിധാനത്തിലൂടെയൊക്കെ പരതുന്നവരാണ് നമ്മൾ പല കാര്യങ്ങളും. അതിൽ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, പിന്നെ ഫേസ്ബുക്ക്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ അനവധിയായ പ്രഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സംവിധാനത്തെക്കുറിച്ച് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് മുൻപോട്ട് പോകാം. ഈ സംവിധാനം അനേകരുടെ ജീവിതത്തിൽ ദുരന്തമായി പരിണമിക്കുമെന്നുള്ളത് ഗ്യാരണ്ടിയാണ്, എഴുതി വെച്ചോ. ഈ ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം, ഓൺലൈൻ മെസ്സേജുകളെല്ലാം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓൺലൈൻ സംവിധാനത്തിലൊക്കെ അനേകരുടെ സാക്ഷ്യങ്ങൾ, അനേകരുടെ പ്രസംഗങ്ങളുടെ ഇടയിലുള്ള ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് ഈ ഷോർട്സ് അല്ലെങ്കിൽ റീൽസ് എന്നൊക്കെയുള്ള പേരിൽ ഇങ്ങനെ പ്രചരിക്കും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ജനം അങ്ങ് ആവേശഭരിതരായി പോവും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വൈറലായിപ്പോയ എറണാകുളം പട്ടണത്തിൻ്റെ പരിസരത്തുള്ള ഒരു ശുശ്രൂഷകൻ്റെ, ഒരു ന്യൂ ജനറേഷൻ ഉപദേശിയുടെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. അതായത് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, ഞാൻ കടലിലൊക്കെ പോയിക്കൊണ്ടിരുന്ന മനുഷ്യനാണ്, അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലമാണ് എൻ്റേത്. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഡ്രഗ്സിനും മറ്റിനുമൊക്കെ അടിമയായിട്ട് ഇങ്ങനെ ജീവിച്ച മനുഷ്യനാണ്. ഒരു ശുശ്രൂഷകൻ എന്നെ തേടി വന്നു, അല്ലെങ്കിൽ എന്നോട് സുവിശേഷം പറഞ്ഞു, എന്നെ കൈപിടിച്ചുയർത്തി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊരു 10 മിനിറ്റിൽ താഴെ മാത്രമേ ഉള്ളൂ ആ പറയപ്പെടുന്ന ഭാഗങ്ങൾ. അത് സകല ചാനലുകളിലും വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ രസകരമായൊരു കാര്യം, അദ്ദേഹം ഒരു ന്യൂ ജനറേഷൻ പെന്റക്കോസ്റ്റ് പാസ്റ്ററാണ്. നമ്മുടെ ഈ ന്യൂജൻ ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ തോർത്തൊക്കെ എറിയുന്ന, തോർത്തല്ലോ ടൗലൊക്കെ എറിയുന്ന, പിന്നെ ഈ കുപ്പിയിലെ വെള്ളമൊക്കെ ഇങ്ങനെ പിടിച്ച് പമ്പ് ചെയ്യുന്നത്, അത്തരക്കാരുടെ എല്ലാം മുഖം നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ തെളിഞ്ഞു വന്ന് കാണും. അവരെല്ലാം അടിഞ്ഞുകൂടുന്ന ഒരു സെൻറ്ററാണ് അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സാക്ഷ്യം അത് ഏതൊരു മനുഷ്യനെയും, പെന്തിക്കോസ് ലോകമല്ല സകല ലോകത്തെയും പിടിച്ച് കുലുക്കും അദ്ദേഹം പറഞ്ഞ ആ സെൻറ്റൻസുകൾ. പക്ഷേ കാര്യങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നവർക്ക് മനസ്സിലാകും, ഈ പറയുന്നയാൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ടെസ്റ്റിമണി ഉണ്ടെങ്കിൽ, ആ ടെസ്റ്റിമണിയിലൂടെ ദൈവരാജ്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ശേഷിക്കും കാലം ജീവിക്കേണ്ടതും മറ്റുള്ളവരോട് പ്രസംഗിക്കേണ്ടതും പറയേണ്ടതുമായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഗ്രഹിച്ചിട്ട് വേണം ചെയ്യാൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ അനേകരെ കോരിത്തിരിപ്പിക്കുന്നതാണ്. തൻ്റെ ഫെലോഷിപ്പിൽ 500 മുതൽ 1000 വരെ ആളുകളുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും 500-ൽ കുറയില്ല. എന്തുകൊണ്ട് 500-ലധികം ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓടിക്കൂടുന്നു? അതേസമയം എൻ്റെ അടുത്ത് എത്ര ആൾക്കാർ ഓടിക്കൂടുമോ? കൂടില്ല. കൊല്ലുമെന്ന് പറഞ്ഞാൽ പോലും ആളുകൾ ഓടിക്കൂടില്ല. പക്ഷേ അവിടെ ആളുകൾ ഓടിക്കൂടും. അതിൻ്റെ കാരണം എന്താ? ആ ഓടിക്കൂടുന്ന ആളുകൾക്ക് ഇമ്പകരമായ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് എവിടെയോ ഇടയ്ക്ക് പറഞ്ഞ ഒരു മെസ്സേജിനകത്താണ് തൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ചൊരല്പം പറഞ്ഞത്. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നതെന്നറിയാവോ? ഈ ടെസ്റ്റിമണികൾ നമ്മളെ അപകടത്തിൽ ചാടിക്കും. അപ്പോൾ ആ കേട്ട 5-10 മിനിറ്റ് നേരത്തെ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അദ്ദേഹത്തെ ട്രേസ് ചെയ്യും. അങ്ങനെ നമ്മൾ അദ്ദേഹത്തെ ട്രേസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെതായ ലോകത്ത് ചെല്ലും. ആ ലോകത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം എടുത്തിട്ട് ഒരു വിശദീകരിക്കും, അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം അങ്ങ് വ്യാഖ്യാനിക്കും. എന്താ? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സമ്പന്നരായിരുന്നിട്ടും നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നില്ലയോ? എന്നിട്ട് പറയും, നിങ്ങളെ കോടീശ്വരന്മാരാക്കാൻ വേണ്ടി, നിങ്ങളെ പണക്കാരാക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ കയറിയത്, അല്ലെങ്കിൽ ഈ താണഭൂമിയിലേക്ക് വന്നത്. നിങ്ങളങ്ങനെ സമ്പന്നന്മാരായില്ലെങ്കിൽ കർത്താവിന് എന്ത് സങ്കടം ഉണ്ടാവും എന്നുള്ളതായിരിക്കും പിന്നെ കേൾക്കാൻ പോകുന്ന പ്രസംഗം. അപ്പോൾ ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ ബലഹീനരായ വിശ്വാസികൾ, സാധുക്കളായ വിശ്വാസികൾ, അവരെ സംബന്ധിച്ച് അവർ വലിയ നിലയില്ലാ കയത്തിലേക്ക് പോയി വീഴും. അതുപോലെയാണ് യൂട്യൂബിൽ പല ചാനലുകളുണ്ട്, ഈ സാക്ഷ്യങ്ങളൊക്കെയുള്ള, പലരുടെയും സാക്ഷ്യങ്ങളുള്ളത്. ആ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് നമ്മൾ കോൾമയിൽ കൊണ്ടിട്ട് ആ വഴിക്കെങ്ങാനും പോയാൽ, ഞാൻ അത്ഭുതത്തോടെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ ദൈവമേ, ഇതൊക്കെ എന്ത് അപകടം ഉണ്ടാക്കുമെന്ന്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ 10,000, 15,000, 20,000, 30,000 പേരൊക്കെ കാണുന്ന
ചാനലുകളാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല സാക്ഷ്യങ്ങളെയും അവർ അവതരിപ്പിക്കും. എന്നാൽ അതിനിടയിലൊക്കെ കേൾക്കുന്ന പല കാര്യങ്ങളും വചനവിരുദ്ധവും ഉപദേശപ്പെശവും ഒക്കെയുള്ള കാര്യങ്ങളാണ്. അവരെ സംബന്ധിച്ച് ഈ ആഴ്ചത്തെ കോട്ട ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരാളെ കിട്ടി, ആ ആളെ വെച്ചിട്ട് ഒരു മെസ്സേജ് അവർ പബ്ലിഷ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ പിന്നിലൂടെ ജനം ട്രേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചെന്നെത്തുന്നത് കറണ്ട് അടിക്കുന്ന ചില സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ അങ്ങനെ അവർ കറണ്ട് അടിച്ച് അവസാനിച്ചു പോകും. അങ്ങനത്തെ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ഓൺലൈൻ്റെ അപകടമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്നാൽ ഈ സംവിധാനം വഴി അനേകർ സത്യവചനം കേൾക്കുകയും സത്യത്തിൻ്റെ പാതയിൽ നടക്കാനും ആത്മീയ വളർച്ച പ്രാപിക്കുവാനും ഒക്കെ ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അത് തരംതിരിച്ചെടുത്ത് കൈകാര്യം ചെയ്യാനായിട്ട് പലർക്കും കഴിയുന്നില്ല. അതുകൊണ്ടാണ് പലരും അപകടത്തിൽ പോകുന്നു ഞാൻ പറഞ്ഞത്. അതേസമയം കാര്യങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ സത്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സത്യത്തിന് വേണ്ടി ആരെല്ലാം നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അപ്പോൾ ആ സത്യത്തിന് വേണ്ടി ആരെല്ലാം നിൽക്കുന്നു എന്ന് അറിയണമെങ്കിൽ നമുക്ക് നല്ല ഫൗണ്ടേഷൻ വേണം. ക്രിസ്തീയ ജീവിതത്തിൽ നല്ല ഫൗണ്ടേഷൻ വേണം, നല്ലൊരു അടിത്തറ വേണം. അങ്ങനെ ആ അടിത്തറയുള്ളവർക്ക് ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും, ഇത് ട്രാക്ക് തെറ്റിയ കാര്യമാണല്ലോ, ഇത് ശരിയായ കാര്യമല്ലല്ലോ എന്നൊക്കെ. ചില പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള ചിലത് അയച്ചു കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവർ പറയും, സബാഷ്, കൊള്ളാം പാസ്റ്ററെ, 2 ദിവസം മുമ്പ് അയച്ചു തരാൻ മേലായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അതേസമയം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തതാ ഈ അപകടകരമായ കാര്യം ഇവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ സീരിയസ് അല്ല പലരും. ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ പലരും സീരിയസ് അല്ല, സില്ലി ആയിട്ട് കാര്യങ്ങളെ എടുക്കും. അത് അപകടകരമായ വഴിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത് ഗുണമാണ്, അപ്പോൾ തന്നെ ദോഷവുമാണ്. ഇത് ഗുണമാണ്, അപ്പോൾ തന്നെ ദോഷവുമാണ്. അത് ഏത് രീതിയിലാണെന്നുള്ളത് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ മെസ്സേജുകളൊക്കെ പിന്നത്തേതിൽ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണല്ലോ. അങ്ങനെ ആ മെസ്സേജ് കേട്ട് എത്രമാത്രം ആളുകൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോൺടാക്റ്റ് ചെയ്ത ആളുകളിൽ പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സീരിയസ് ആയ പല കാര്യങ്ങളും ഇങ്ങനെ ഇതുവഴിയൊക്കെ കേൾക്കാനിടയായിന്ന്. ഇപ്പം ഞാനത് പറയുമ്പോൾ അതൊരു സ്വയപ്രശംസയുടെ ഒരു മേഖലയായിട്ട് ആരും എടുത്തേക്കരുത്. അങ്ങനെ അവർ പറഞ്ഞ കാര്യം ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ മാത്രമാണ് കേമന്മാർ, നമ്മൾ വലിയ കാര്യം പറയുന്നു, വേറെ ആരും പറയുന്നില്ല എന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കരുത്. ചിലരുടെ ടെസ്റ്റിമണിയാണ്, അല്ലെങ്കിൽ ചിലർ തന്ന ഫീഡ്ബാക്കിൽ നിന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് അനുഗ്രഹമായെന്നൊക്കെ അങ്ങനെ പറയാറുണ്ട്. എനിവേ, അതും കഴിഞ്ഞിട്ട് ഞാൻ അടുത്തൊരു കാര്യം പറയുന്നത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുമിച്ച് കൂടിയതിന് ശേഷം നെക്സ്റ്റ് ഡേ സൺഡേ ആണ്. സൺഡേയിലുള്ള നമ്മളുടെ മീറ്റിംഗ്, അതായത് ന്യൂസിലാൻഡ് മീറ്റിംഗ് നമ്മൾ സാധാരണ പറയും. സൺഡേ മീറ്റിങ്ങിലെ മെസ്സേജ് ഇവിടെ ഇരിക്കുന്ന കുറേ പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കൊന്നും ഞാൻ അയച്ചിട്ടില്ല, കുറച്ച് പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും അയക്കാറില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ടെന്നും ആ യൂട്യൂബ് ചാനലിൽ നമ്മുടെ മെസ്സേജുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ളത് അറിയാം. നിങ്ങൾ ആ ചാനലിൽ നിന്ന് ഇടയ്ക്കൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരും. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തെന്നൊക്കെ. അങ്ങനെ ഞാൻ കുറച്ച് പേരോട് ചോദിച്ചു, കഴിഞ്ഞ സൺഡേയിൽ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ഒരു ഉള്ളടക്കം, അതായത് അതിൻ്റെ ആദ്യത്തെ ഒരു 20-25-30 മിനിറ്റിൽ താഴെ അതിന് മുൻപുള്ള ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സമ്മറി പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാര്യത്തിലേക്ക് അങ്ങനെ കടന്നു വരികയാണ്. പാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് സാൽവേഷനെ ബേസ് ചെയ്തുകൊണ്ട് ജഡ്ജ്മെൻ്റ് അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ഇവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അതായത് പാപവുമായി ബന്ധപ്പെട്ട്, പാപമോചനവുമായി ബന്ധപ്പെട്ട് മുന്നമേ 1-2 മെസ്സേജുകൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും പറയാത്ത, അതായത് നമ്മളുടെ ഇതുവരെയുള്ള ഒരു മെസ്സേജിലും റെക്കോർഡിങ്ങിൽ വരാത്തതായ ചില കാര്യങ്ങൾ സീരിയസ് ആയി അതിനകത്ത് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പലരോടും ചോദിച്ചു, നിങ്ങൾ അത് കേട്ടെങ്കിൽ എനിക്കൊരു ചെറിയ റിപ്പോർട്ട് തരണം. അതായത് നീണ്ട ഒരു എഴുത്തല്ല, അല്ലെങ്കിൽ ഒരു പ്രഭാഷണമല്ല, അതിൻ്റെ ഒരു ഉള്ളടക്കമുണ്ട്. കാതലായൊരു കാര്യം അതിനകത്ത് പറഞ്ഞു. ആ പറഞ്ഞ കാതലായ കാര്യം എന്താണ് എന്ന് ഒന്ന് പറയണമെന്ന്. അപ്പോൾ പലരും എന്നോട് തിരിച്ച് പ്രസംഗിക്കുക, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. ഞാൻ തിരിച്ചൊരു പ്രസംഗമല്ല ആഗ്രഹിക്കുന്നത്. അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഗ്രാഹ്യം എത്രത്തോളം, അതങ്ങനെ ചർച്ചകളിലൊന്നും പ്രസംഗിക്കുന്ന സബ്ജക്റ്റേ അല്ല. അപൂർവം ചർച്ചകളിൽ പ്രസംഗിക്കുമായിരിക്കും. കോമൺ ആയിട്ട് പറഞ്ഞാൽ അതൊന്നും ഒരു ചർച്ചിലും പ്രസംഗിക്കുന്ന കാര്യങ്ങളല്ല. അത് സൺഡേ മീറ്റിങ്ങിൽ സംഭവിച്ച കാര്യങ്ങളാണ്. എന്തുകൊണ്ട് സാറ്റർഡേ മീറ്റിങ്ങിൽ വന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ, കർത്താവ് വരാൻ താമസിച്ചാൽ നാളെ അത് അവിടെ പറഞ്ഞാൽ മതി.
ഇങ്ങനെ നമ്മൾ പ്രസംഗിച്ചായിരുന്നല്ലോ, നിങ്ങൾ കേട്ടായിരുന്നോ, പിന്നെ കേട്ടായിരുന്നോ, അതിൻ്റെ ഒരു രക്തചുരുക്കം എന്താണെന്നൊക്കെ നാളെ ചോദിച്ചാൽ മതി. അതിൻ്റെ രക്തചുരുക്കം എന്താണെന്നൊക്കെ നാളെ ചോദിച്ചാൽ മതിയല്ലോ. പകരം ഇന്ന് എന്തിനാണ് ചോദിക്കുന്നത്? അതായത് ഈ സാറ്റർഡേ നമ്മുടെ ഈ മീറ്റിങ്ങിൽ വരുന്നവരിൽ ബഹുഭൂരിപക്ഷം പേർക്കും അറിയാം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ടെന്ന്. ആ ചാനലിൽ ഈ മെസ്സേജ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ മെസ്സേജ് കേട്ട എനിക്കൊരു പരിചയമില്ലാത്ത ആളുകളായി കേൾക്കുന്നവരൊക്കെ അതിൽ ഏതോ ഒരു സഹോദരൻ എഴുതി, ഈ മെസ്സേജ് നമ്മുടെ പെന്തക്കോസ് ലോകത്തെ ആളുകളെല്ലാം ഒന്ന് കേട്ടിരുന്നെങ്കിൽ നന്നായിരിക്കുമെന്ന്. അദ്ദേഹം ഉദ്ദേശിച്ചത് ആദ്യത്തെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞ കാര്യങ്ങൾ, അതായത് രക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാപവുമായി ബന്ധപ്പെട്ട്, ഞാൻ പറഞ്ഞല്ലോ ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരാ നല്ല രീതിയിലൊന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് ആ സഹോദരൻ അവിടെ കുറിക്കാനിടയായി. അതുകൊണ്ടാണ് ഞാൻ ഈ സാറ്റർഡേ ഇവിടെയും പറഞ്ഞത്. ഇവിടെ സാറ്റർഡേ നമ്മൾ ഒത്തുകൂടുന്ന പ്രിയപ്പെട്ടവർക്കും ഈ പറയപ്പെട്ട മെസ്സേജ് അവൈലബിൾ ആണല്ലോ. ആ മെസ്സേജ് യൂട്യൂബിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ സർക്കിളിലുള്ള അനേകർക്ക് ന്യായവിധിക്ക് കാരണമാകും എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. കാരണം ഇന്ന് ബഹുഭൂരിപക്ഷ സ്ഥലങ്ങളിലും അങ്ങനെയുള്ള ടോപ്പിക്കുകൾ കിട്ടുന്നില്ല, ഒരു അടിസ്ഥാനത്തിലേക്ക് നയിക്കപ്പെടുന്നില്ല. പൊതുവിൽ ഇങ്ങനെ പറയും, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, നമ്മുടെ കർത്താവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിച്ചു, അങ്ങനെ നമ്മൾ പെന്തക്കോസിൽ വന്നു, നമ്മൾ ദൈവരാജ്യത്തിൽ വന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് വേഗം അങ്ങ് പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ടുള്ള പ്രസംഗം മുഴുവൻ അബ്രഹാമും ദാവീദും അങ്ങനെ ഇത്യാദി കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതല്ലാതെ അതിൻ്റെ ചുവട് പിടിച്ച് അതിൻ്റെ കണ്ടിന്യൂവേഷനിലേക്ക് അങ്ങനെ പോകുന്നില്ല പലയിടത്തും. അപ്പോഴാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി തന്ന് അതിനുവേണ്ടി സഹോദരങ്ങളെയൊക്കെ ഉത്സാഹിപ്പിച്ച്, ഞാൻ വരുന്നതിന് മുമ്പ് അവരൊക്കെ വന്നിത് തുറന്നു വെച്ച് പ്രാർത്ഥനയും പാട്ടും ഒക്കെ ആയിട്ട് തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഈ മെസ്സേജിലേക്കൊക്കെ കടന്ന് ഈ മെസ്സേജൊക്കെ പിന്നീട് കഷ്ടപ്പെട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ചില സമയത്ത് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ. നിങ്ങൾ കേട്ടോ എന്നൊക്കെ എല്ലായ്പ്പോഴും ചോദിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. അതെന്താ ചില സമയത്ത് ചോദിക്കുന്നത്? അത് നിങ്ങളുടെ ഉള്ളിൽ കയറണമെന്ന് എനിക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ഈ ഡയറക്റ്റ് ഓൺലൈനിൽ കേൾക്കുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും കേട്ടാലൊന്നും അത് മനസ്സിലാകില്ല സഹോദരങ്ങളെ. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ഓർത്തു പോവുകയാണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെ പല കാര്യങ്ങളും ഒറ്റയടിക്ക് കേട്ടാൽ എനിക്ക് മനസ്സിലാകാറില്ല. അത് പിന്നെയും ഒക്കെ കേൾക്കുമ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലാകാറ്. കാരണം അതിനകത്ത് ഒരു പഠനത്തിൻ്റെതായ മേഖലകളുണ്ട്. ആ പഠനത്തിൻ്റെ മേഖലകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ അവിടെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ചോദ്യത്തിനൊന്നും ആരും ഒന്നും കൃത്യമായ മറുപടി പറഞ്ഞില്ല. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിലുമൊക്കെ ചിലപ്പോഴൊക്കെ സാഹചര്യവശാൽ ആ വിഷയം ചോദിക്കാറുണ്ട്. അതായത് ഏദൻ തോട്ടത്തിൽ നമ്മുടെ വലിയവനായ ദൈവം ആദമിനോട് പറഞ്ഞു, ഈ പറയപ്പെടുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് കുഞ്ഞെ, തിന്നാൽ അതിന് കനത്ത ശിക്ഷയുണ്ട്, അതിൻ്റെ ഭവിഷ്യത്ത് നിനക്ക് താങ്ങാൻ കഴിയുന്നതല്ല, അത് കനത്ത ശിക്ഷയാണ് എന്നാണ് പറഞ്ഞത്. ശിക്ഷ എന്താണെന്ന് പറഞ്ഞു? മരണം. അപ്പോൾ മരണത്തിലേക്ക് മനുഷ്യവർഗം കടന്നു പോകേണ്ട സാഹചര്യം പിന്നത്തേതിൽ വന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യമാണ് ഞാൻ എല്ലാവരോടും ചോദിച്ചത്, ദൈവത്തിന് അങ്ങ് ക്ഷമിക്കാൻ മേലായിരുന്നോ എന്ന്. അപ്പോൾ പലരും പറഞ്ഞത് ക്ഷമിക്കുമെന്നാണ്. നമ്മൾ അതിൻ്റെ മറുപടി എന്നോണമാണ് വിശദീകരണം ആ പ്രസംഗത്തിൽ കൊടുത്തത്. കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി കേൾക്കുക, ഞാൻ വിശദീകരിക്കുന്നില്ല. സൂചന തന്നതാണ്, നിങ്ങളുമായി അടുപ്പമുള്ളൊരു ദൈവദാസൻ, ഇവിടെ ഇരുന്ന് വചനം കേൾക്കുന്ന നിങ്ങൾക്ക് അടുപ്പമുള്ളൊരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ മെസ്സേജിൻ്റെ ഹെഡിങ് ഒക്കെ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, എല്ലാ മെസ്സേജും ഒരുപോലെ ആകണമെന്നില്ലല്ലോ. അതൊക്കെ ഹെഡിങ് ഒക്കെ കാണുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ചില മന്ത്രണങ്ങൾ തരും. അത് തുറന്ന് കേൾക്കണം, കേട്ട് അതിൻ്റെ ഉള്ളടക്കം ഗ്രഹിക്കണം. ഒരു തവണ കേട്ടിട്ട് മനസ്സിലായില്ലേ പിന്നെയും കേൾക്കണം, സംശയമുണ്ടെങ്കിൽ ചോദിക്കണം, അങ്ങനെ ഉറപ്പിക്കണം. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എൻ്റെ സഞ്ചാരങ്ങളിൽ നിന്ന് എനിക്ക് ലഭിച്ച ബോധ്യങ്ങളാണ്, നല്ല ഫൗണ്ടേഷനുള്ള വിശ്വാസികളെ അപൂർവമേ ഞാൻ കാണാറുള്ളൂ. അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? പലർക്കും ഒറ്റയടിക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയില്ല, പിടിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പിന്നെയും ഒക്കെ പല കാര്യങ്ങളും പറയാനായിട്ട് പരിശ്രമിക്കുന്നത്. പുതിയ ടോപ്പിക്കിലേക്ക് പോകാൻ പാടില്ലാത്തതുകൊണ്ടല്ല. ഇവിടെ നമ്മുടെ മുമ്പിൽ ടോപ്പിക്കിൻ്റെ എനിക്കറിയില്ല എത്ര വിഷയങ്ങളാണ് പെൻഡിങ്ങിൽ കിടക്കുന്നതെന്നറിയാവോ? ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നൊരു കാര്യം പെൻഡിങ്ങിൽ കിടക്കുന്നു. അതിനു മുമ്പ് കിടക്കുന്നതാണ് പൗലോസിൻ്റെ 3-ാം മിഷൻ യാത്ര. നമ്മൾ എഫെസോസിലെത്തി പാതി വഴിയിൽ നിർത്തിയിരിക്കുക.
അതിനിടയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ശരീരത്തിൻ്റെ സമർപ്പണം. അത് ഏതാണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചുവെങ്കിലും അതിനൊരു കൺക്ലൂഷൻ കൊടുത്തിട്ടില്ല. 1-2 മെസ്സേജുകളിലൂടെയെങ്കിലും അതിനൊരു കൺക്ലൂഷൻ വേണ്ടതാണ്. സീരിയസ് ആയ സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ചില സാഹചര്യങ്ങളാണ് നമ്മളെ ഓരോരോ ടോപ്പിക്കുകളിലേക്ക് തിരിക്കുന്നത്. നമ്മൾ ഒറ്റ മെസ്സേജിൽ സാധാരണ ഒന്നും നിർത്താറില്ല. ഒരു ടോപ്പിക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് പൂർണ്ണമായും വിശദീകരിച്ച് മുൻപോട്ട് പോകാനാണ് പരിശ്രമിക്കാറ്, അതിൻ്റെ നാനാവശങ്ങളും കണ്ടെത്തിക്കൊണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോഴാണ് കാര്യങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതൊക്കെ തക്കത്തിൽ വിനിയോഗിക്കണം. ചോദ്യങ്ങൾ വരുമ്പോൾ മറുപടി പറയണ്ടേ? പബ്ലിക് നിങ്ങളോട് ചോദ്യങ്ങളെ ചോദിക്കും. പബ്ലിക് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ പാകത്തിന് പ്രാപ്തരാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ദൈവവചനത്തിൽ നിന്ന് സീരിയസ് ആയി കാര്യങ്ങളെ പറയുന്നത്. നമുക്ക് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയാനില്ല. അതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സഹോദരങ്ങളും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഒത്തിരി പേരല്ല, കുറച്ച് പേര് മാത്രം ചോദിച്ചൊരു ചോദ്യമാണ്. പാസ്റ്ററെ, മലയാളക്കരയിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അത് വളരെ പ്രസിദ്ധമാണ്, പോപ്പുലറാണ്. അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി പാസ്റ്റേഴ്സ് പ്രസംഗിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. പാസ്റ്റർ എന്താ ഒന്നും പറയാത്തതെന്ന്. ഞാനെന്ത് പറയാനാ? അതിൽ നിന്ന് പ്രസംഗിക്കണമെങ്കിൽ ഞാൻ സിനിമാ തിയേറ്ററിൽ പോയിട്ട് ആ സിനിമ കണ്ടിട്ട് വേണ്ടേ അതിൻ്റെ ഗുണമോ ദോഷമോ പറയണമെങ്കിൽ. ഞാനൊരു 10-25 വർഷമായി പരിപാടി അവസാനിപ്പിച്ചിട്ട്. ഞാൻ ഇനി അവിടെ പോകുക എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത് തന്നെയല്ല, ഞാനൊരു പുതിയ നിയമസഭയിലെ ശുശ്രൂഷകനല്ലേ. ഞാനിപ്പോൾ ആ സിനിമയുടെ ആസ്വാദനത്തെക്കുറിച്ചോ അതിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് വിലപ്പെട്ട സമയം കളയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ വിലയേറിയ ദാസന്മാരാണല്ലോ അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. എൻ്റെ മറുപടിയാണ് കേട്ടോ, പൊതുവിലുള്ള മറുപടിയാണ്. വിലയേറിയ ദാസന്മാരാണോ വില കുറഞ്ഞ ദാസന്മാരാണോ? ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തലയിടേണ്ട ഒരാവശ്യവുമില്ല. ദൈവമക്കൾ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഇനി ആരും ചോദിച്ചേക്കരുത്, പാസ്റ്റർ എന്താണ് ഇതിനെക്കുറിച്ച് കമൻസ് ഒന്നും പറയാത്തതെന്ന് വെച്ചാൽ എൻ്റെ ഉത്തരവാദിത്വം അതല്ലെന്നേ. എൻ്റെ ഉത്തരവാദിത്വം ദൈവരാജ്യത്തിൽ ദൈവമക്കൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ദൈവമക്കൾ വഞ്ചിക്കപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി വചനത്തെയൊക്കെ വളച്ചൊടിച്ച് കളയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാറുണ്ട്, ഇന്നും കൊണ്ടുവരും. വചനത്തെ വളച്ചൊടിച്ച് കളയുന്നത് കാണുമ്പോൾ നമ്മൾ അതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി പറഞ്ഞു കേൾപ്പിക്കും. അല്ലെങ്കിൽ ശരിയായ വ്യാഖ്യാനം ഇന്നതാണ്, അതിൻ്റെ ശരിയായ പ്രകാശനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതല്ലാതെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ പൊതുവായി പബ്ലിക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. ചില കത്തോലിക്ക അച്ഛന്മാർ വന്നിരുന്ന് പറയുന്നുണ്ട്, തമ്പുരാനോട് കളിച്ചു കഴിഞ്ഞാൽ നിന്നെ ശരിയാക്കൂ എന്നൊക്കെ. ഏത് തമ്പുരാൻ ശരിയാക്കുന്ന? പിന്നെ അതിൻ്റെ ചൂട് പിടിച്ച് കുറേ പെന്തിക്കോസ് പാസ്റ്റർമാരും കളിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ്, അതായത് നമ്മുടെ കർത്താവിനെയും കർത്താവിൻ്റെ വിശുദ്ധ ജനനത്തെയും പിന്നീടുള്ള ക്രൂശുമരണത്തെയും ഒക്കെ ആസ്പദമാക്കി എന്തുമാത്രം മ്ലേച്ഛതകളാണ് ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ബുക്സ് എന്തുമാത്രം ഇറങ്ങിയിട്ടുണ്ട്, എന്തുമാത്രം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അവരെയൊക്കെ കർത്താവ് പിറ്റേ ദിവസം കൊന്നുകളയാണോ? അങ്ങനെ നമ്മളെപ്പോലെ മനുഷ്യനാണോ ദൈവം? ദൈവം ന്യായം വിധിക്കുമെങ്കിൽ വിധിച്ചോട്ടെ. നമുക്ക് ദൈവത്തിനെതിരെ പറയുന്ന ആളുകളെ, അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള നിരീശ്വരവാദികളെ എല്ലാം ദൈവം കൊന്നുകളയണമല്ലോ. പൂപ്പരപ്പിൽ ഒരൊറ്റ നിരീശ്വരവാദി പോലും മിച്ചം പാടില്ല. അവരെല്ലാം നിന്ന് പറയുന്നതിന് ദൈവം എന്ന് പറയുന്ന അങ്ങനെ ഒരു അസ്തിത്വമേ ഇല്ല. ഇല്ലാത്ത ദൈവത്തിൻ്റെ പുറകെ നടക്കുന്ന മണ്ടന്മാരാണ് ഇവന്മാരൊക്കെ എന്ന് അവർ പറയുന്നു. അത് തന്നെയല്ല, പറയാവുന്ന എല്ലാ വൃത്തികേടുകളും പറയും. അത്ര ഭയങ്കര വൾഗറായിട്ട് വരെ പറഞ്ഞു കളയും. അവരൊന്നും ചാകുന്നില്ല. പിന്നെ ഒരു സിനിമ പിടിച്ചവൻ ഉടനെ ചാകുകയാണോ? അങ്ങനെ ചാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പാടായിട്ട് മാറും. സഹോദരങ്ങളെ, നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്ക് വേണ്ട വിധത്തിലുള്ള അറിവും ഗ്രാഹ്യവും ഇല്ല. ഏതോ ഒരുത്തൻ പെന്തിക്കോസ്തുകാരെ, അതായത് ഈ ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകൾക്കെതിരെ ഒരു സിനിമ പിടിച്ചല്ലോ ഇടയ്ക്ക്. എന്തോ ഒരു പേര് പറഞ്ഞു, എന്താ ട്രാൻസ് എന്നൊക്കെ പറഞ്ഞൊരു സിനിമ പിടിച്ചു. ഉടനെ പറഞ്ഞു അവനെ ശരിയാക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഞാൻ അനാവശ്യമായി സമയം കളയാനില്ലാത്തതുകൊണ്ട് നമുക്ക് സമയം അധികം കളയാനില്ലാത്തതുകൊണ്ട് ഞാൻ ആ ടോപ്പിക്കിലേക്കൊന്നും പോകുന്നില്ല. ആ ഭാഗമൊക്കെ അങ്ങ് വിടുകയാണ്. വിട്ടിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ സഹോദരങ്ങളെ, ഒരു മെയിൻ ലൈൻ പെന്തിക്കോസ്റ്റ് ചർച്ചിലുള്ള ഒരു പ്രധാനപ്പെട്ട ദൈവദാസൻ, അദ്ദേഹം ഒരു ബൈബിൾ സ്കൂൾ അധ്യാപകനാണ്, പഠിപ്പുള്ള ആളാണ്, ജ്ഞാനവും വിവേകമുള്ള ഒരാളാണ്. അദ്ദേഹം ചില വേദഭാഗങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് പ്രസംഗിക്കുകയും പിന്നീട് അതിൻ്റെ വിശദീകരണങ്ങളിലേക്കൊക്കെ അദ്ദേഹം കടന്നുപോയി. ഇത് കേട്ടപ്പോഴും കണ്ടപ്പോഴും വായിച്ചപ്പോഴും ഒക്കെ അതിനോട് പ്രതികരിക്കണമെന്ന് തോന്നി. അത് തന്നെയല്ല, അതൊരു ടോപ്പിക്കാണ്, ബഹുഭൂരിപക്ഷം പേരും ചിന്തിക്കുന്ന കാര്യമാണ്. നമ്മളായിട്ട് അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് വന്നാൽ മറ്റനേകർക്ക് പ്രയോജനപ്പെടുമല്ലോ എന്നതുകൊണ്ടാണ് ആ ടോപ്പിക്കൊക്കെ എടുത്തത്. അതായത് എല്ലാ കാലത്തും പെന്തക്കോസ്റ്റ് ലോകത്തെ കോരിത്തെരിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സമൃദ്ധി എന്ന് പറയുന്നത്.
കോരിത്തെരിപ്പിക്കുന്ന സബ്ജക്റ്റ് അല്ലേ? പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം. അതായത് പെന്തക്കോസ്റ്റ് മാത്രമല്ലെന്നേ, ക്രൈസ്തവ ലോകം മാത്രമല്ല, മനുഷ്യകുലം മുഴുവനും സാമ്പത്തിക ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി കൊതിക്കുന്നവരാണ്. അതിനുവേണ്ടി എന്ത് പുഷ്പാഞ്ജലിയും ബാഷ്പാഞ്ജലിയും നടത്താനായിട്ട് അവർ തയ്യാറാണ്. അതാത് മതങ്ങളിൽ അതാത് രീതിയിലുള്ള കാര്യങ്ങൾ അവർ അതിനുവേണ്ടി അനുഷ്ഠിക്കുന്നു. പല കാര്യങ്ങളും ചെയ്ത് എങ്ങനെയെങ്കിലും ഉയർച്ച പ്രാപിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നില്ലേ? ആ രീതിയിലൊക്കെ ആളുകൾ ചെയ്യുന്നു. അപ്പം നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് വിശേഷിച്ച് ഒത്തിരി സഹോദരിമാർക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നല്ല തിട്ടമില്ല എന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഒത്തിരി പേരെ അടുത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. അവരുടെ പല ചോദ്യങ്ങൾക്കും ആ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നും. അവർ സങ്കടപ്പെട്ടാണ് ചോദിക്കുന്നത്. നമ്മുടെ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നത് 20-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യമൊക്കെ വായിച്ചിട്ട് ഞാൻ ചില സ്ഥലത്തൊക്കെ വിശദീകരിക്കുമ്പോൾ, അതായത് ചില ചർച്ചസിലൊക്കെ പോയി പ്രസംഗിക്കുമ്പോൾ, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹവും താല്പര്യമൊക്കെ അവൻ നിവർത്തിക്കട്ടെ, അത് നിനക്ക് നൽകുമാറാകട്ടെ എന്ന വാക്യമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ അവർ വളരെയധികം ദുഃഖിക്കുകയാണ്. ആ വാക്യം കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു ആനന്ദം ഉണ്ടാകും, ഒരു എന്താ പറയുക, ഒരു ഉത്സാഹവും കേട്ടിരിക്കാനുള്ള വലിയ ഒരു താല്പര്യം വരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുമ്പോഴാണ് അവരൊരു പരുവത്തിലായി പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലമുണ്ട്, അവിടെ വീട് വെക്കണ്ടേന്നൊക്കെയാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലമുണ്ടോ, 10 സെൻറ്റ് സ്ഥലമുണ്ടോ, 1 ഏക്കർ സ്ഥലമുണ്ടോ, അതിനൊന്നും നമ്മളാരും തടസ്സം ചെയ്യുന്നില്ല. വീട് വെക്കുന്നതിനൊന്നും തടസ്സമല്ല. വീട് വെക്കുകയോ എന്തു വേണേലും ചെയ്തോ, അവിടെ എല്ലാം നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായാൽ നിങ്ങൾക്ക് കൊള്ളാം. സഹോദരങ്ങളെ, ഈ മെസ്സേജിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാകട്ടോ. ഒരാളെയും തള്ളിക്കളഞ്ഞുകൊണ്ടല്ല സംസാരിക്കുന്നത്. ആ 20-ാം സങ്കീർത്തനം 4-ാം വാക്യം ഒന്ന് വായിച്ച്, ഞാൻ നോട്ട് ചെയ്യാത്തൊരു പോയിൻ്റാണ്, ആകസ്മികമായി പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നതാണ്. നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. 20-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം, Psalms 20 verse 4. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. അതെ, എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ ആ വാക്യം നേരെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം എത്ര മാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം നമ്മളൊരു ട്രബിളിലൂടെ പോകുമ്പോൾ, കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള നമ്മുടെ ഉള്ളിലെ ഒരു കൊച്ചു സ്വപ്നം, നമുക്കങ്ങ് മുംബൈയിലുള്ള മുകേഷ് അംബാനിയുടെ ആൻറ്റീല പോലത്തെ വലിയ കൊട്ടാരം കെട്ടണമെന്നൊന്നും ആഗ്രഹമുള്ളവരല്ല. കാലങ്ങളായി ഒരു 3 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടിരിക്കുന്നു ഈ പട്ടണത്തിൽ, ഒരു 30-40 സൈറ്റ് അങ്ങനെയൊക്കെ വേണേൽ കൂട്ടിക്കും. അതിലൊരു ചെറിയ കൂര പൊങ്ങണ്ടേ? അപ്പോൾ അതിന് എന്നെ അതിനൊക്കെ കർത്താവ് എതിരാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലുമല്ല. ദൈവഹിതം പോലെ എല്ലാ കാര്യങ്ങളും നടന്നോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. ഞാൻ ഈ വീടിൻ്റെയൊക്കെ സ്കെച്ചും പ്ലാനും എടുക്കുന്നയാളല്ല. ഞാനൊരു സിവിൽ എഞ്ചിനീയർ അല്ല. എനിക്ക് അതിൻ്റെ നീളവും വീതി ഒന്നും പറഞ്ഞു തരാൻ അറിയില്ല. അതൊക്കെ നിങ്ങൾ അതിൻ്റെ പ്രാപ്തിയുള്ളവരോട് പോയി ചോദിച്ചുകൊള്ളുക. ഞാനൊരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഈ വാക്യം വായിച്ചിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ അതിന് തൊട്ട് മുകളിലൊരു വാക്യമുണ്ട്, 3-ാം വാക്യം. ആ 3-ാം വാക്യത്തിലൂടെ വെളിപ്പെട്ട് കിട്ടുന്നത് ഒരു ബലിപീഠമാണ്. നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. അപ്പോൾ ഈ വാക്യത്തിൻ്റെ വിശദീകരണമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 3-ാം വാക്യം കഴിഞ്ഞാണ് 4-ാം വാക്യമെന്ന്, അല്ലാതെ 4-ാം വാക്യം കഴിഞ്ഞല്ല 3-ാം വാക്യം, 3 കഴിഞ്ഞാണ് 4. അപ്പം 3-ാം വാക്യത്തിൽ ആ വാക്യത്തെ മൊത്തത്തിൽ നമ്മൾ പറയുകയാണ്, അവിടെ ഒരു യാഗപീഠം, ഒരു ഓൾട്ടാർ വെളിപ്പെടുകയാണ്. അപ്പോൾ ആ വെളിപ്പെടുന്ന യാഗപീഠത്തിൽ നിൻ്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ എന്നുള്ളതിൻ്റെ ഉത്തരവ് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് നിൻ്റെ ഹോമയാഗം വെണ്ണീറാകട്ടെ എന്നുള്ളതാണ്, ചാരമായി തീരട്ടെ എന്ന്. അതായത് ഹോമയാഗത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഏത് യാഗത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും നമ്മൾ പഠിക്കുന്നത്, ആ യാഗപീഠത്തിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ, യാഗമൃഗത്തിൻ്റെ തോലുരിച്ച് ഖണ്ഡം ഖണ്ഡമായി നുറുക്കി ബലിപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് ചാരമായി തീരണം. അതായത് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്, മഹാപുരോഹിതൻ ബലിപീഠത്തിൽ നിന്ന് ചാരം നീക്കുമ്പോൾ ചാരമല്ലാതെ അസ്ഥികളോ മാംസമോ ഒന്നും കയ്യിൽ തടയാൻ പാടില്ല. അങ്ങനെ കയ്യിൽ തടഞ്ഞു കഴിഞ്ഞാൽ ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കില്ല. അത് പ്രസാദകരമായൊരു യാഗമല്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മാംസമോ എല്ലോ എന്നൊക്കെ പറയുന്നത് എന്താ? നമ്മുടെ ജീവിതമാണല്ലോ ബലിപീഠത്തിലേക്ക് അർപ്പിക്കേണ്ടത്. അങ്ങനെ അർപ്പിക്കപ്പെട്ട നമ്മുടെ ജീവിതം ഒടുക്കം ശ്രേഷ്ഠ മഹാപുരോഹിതൻ നോക്കുമ്പോൾ എല്ലും മാംസം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ജഡത്തിൻ്റെതായ പ്രവൃത്തികൾ, മരിക്കാത്ത മേഖലകൾ, കത്തിച്ചാമ്പലാകാത്ത മേഖലകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ
നാം ജയാളികളുടെ സംഘത്തിലായിത്തീരില്ല സഹോദരങ്ങളെ. കുഞ്ഞാടിൻ്റെ കാന്ത എന്ന നിലയിലേക്ക് നമുക്ക് ആ ഒരു പദവിയിലേക്ക് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം ബലിപീഠത്തിലായിരിക്കണം. ബലിപീഠം മീൻസ് സമർപ്പിത ജീവിതം എന്നുള്ളതാണ് നമ്മൾ മീൻ ചെയ്യുന്നത്, സമർപ്പിത ജീവിതം. അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. 3-ാം വാക്യത്തിലെ വിശദീകരണം അവിടെ നിൽക്കുകയല്ലേ. 3-ാം വാക്യത്തിലെ 2 ലൈൻ, 2-ാം ലൈനാണ് ഞാൻ പറഞ്ഞത്, നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ മീൻസ് അത് വെണ്ണീറായി തീരട്ടെ, ആ ചാരം കൈക്കൊള്ളട്ടെ എന്നുള്ളതാണ് അർത്ഥം. അപ്പം നമ്മുടെ ജീവിതം ബലിപീഠത്തിൽ ചാരമായി തീരണം. അതായത് എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം എന്നുള്ള പാട്ട് കൂടെ പാടിക്കൊണ്ടിരിക്കാറുണ്ടല്ലോ. എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം എന്നൊക്കെ നമ്മൾ വളരെ നീട്ടിപ്പാടും. എന്നാൽ കാര്യത്തോട് അടുത്ത് വരുമ്പോൾ നമ്മൾ കരയും. അതെന്നാ സജിപ്പാസ്റ്റർ, ഈ ആകെയുള്ള 5 സെൻറ്റിൽ അല്ലെങ്കിൽ 30-40 സൈറ്റിൽ നമുക്കൊരു വീട് വെക്കുന്നതിൽ എന്നാ എനിക്ക് എന്താ സഹോദരങ്ങളെ ബുദ്ധിമുട്ട്? നിങ്ങൾ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ ഈ വിഷയങ്ങളെ വെച്ചിട്ട് ഇങ്ങനെയല്ലാതെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? 20-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിച്ചിട്ട് ഞാൻ അങ്ങനെ പൊട്ടനൊന്നും അല്ലല്ലോ. ചാടിക്കയറി നിൻ്റെ ആഗ്രഹമൊക്കെ സാധിപ്പിച്ചു തരട്ടെ എന്ന് പറയാൻ ഞാൻ ഒരു പഴയ നിയമ ശുശ്രൂഷകനല്ല. ഞാൻ യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു റബായി അല്ല. ഞാൻ പുതിയ നിയമസഭയിലെ ഒരു ശുശ്രൂഷകനാണ്. പുതിയ നിയമസഭയിൽ വചനം പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ടീച്ചറാണ്, ഒരു ഉപദേഷ്ടാവാണ്. അപ്പോൾ ഒരു റബായി കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്ന പോലെയല്ല ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ പുതിയ നിയമ കണ്ണുകളിലൂടെ വ്യാഖ്യാനിക്കുന്നത്. അവൻ്റെ മുമ്പിൽ കാര്യങ്ങൾ വരുമ്പോൾ റബ്ബായിയുടെ സ്റ്റാൻഡേർഡിൽ നിന്നല്ല അവൻ പറയുന്നത്. റബ്ബായി ഈ ഭൂമിയിലെ കാര്യങ്ങൾ വെച്ച് മാത്രമേ സംസാരിക്കൂ. അതേസമയം നമുക്ക് വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന തേജസ്സിൻ്റെ നഗരമായ പുതിയ യെരൂശലേം വരെ നമ്മുടെ കണ്ണെത്തും. അങ്ങനെ വെച്ചുകൊണ്ടാണ് നമ്മൾ വചനം വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ 2 വാക്യം വന്ന കണ്ടോ, 3-ഉം 4-ഉം. അപ്പോൾ 4-ാം വാക്യത്തിൽ പറയുന്ന ആഗ്രഹവും താല്പര്യവും എന്നൊക്കെ പറയുമ്പോൾ 132-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ദാവീദ് ഭരണസാരഥ്യം ഏറ്റെടുത്തു. ഏതാണ്ട് ഒരു 7 വർഷക്കാലത്തിലധികം ഹെബ്രോനിലായിരുന്നു. ഹെബ്രോനിൽ ഇരിക്കുമ്പോൾ തന്നെ താൻ സിയോൻ കോട്ട പിടിച്ചു. അതായത് ഊർശലേം താനെ പിടിച്ചടക്കി. പിന്നീട് തൻ്റെ തലസ്ഥാനം അങ്ങോട്ട് മാറ്റി. അത് ദാവീദിൻ്റെ പട്ടണം അല്ലെങ്കിൽ ദാവീദിൻ്റെ നഗരമെന്ന് അറിയപ്പെടും. ആ ദാവീദിൻ്റെ നഗരത്തിൽ ദാവീദ് ഇരുന്ന് ഭരിക്കുന്ന സമയത്ത് അവരുടെ നടുവിലുള്ളത് സമാഗമന കൂടാരമാണ്. ആ സമാഗമന കൂടാരത്തിൻ്റെ ഏറ്റവും അവസാന സമയങ്ങളിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ മരണശേഷം പിന്നീട് തൻ്റെ മകനായ ശലോമോൻ ഭരണാധികാരത്തിലേക്ക് വരികയാണ്. ശലോമോൻ്റെ സമയത്താണ് യെരൂശലേമിലെ മഹത്തായ ദൈവാലയം നിർമ്മിക്കുന്നത്. ശലോമോൻ്റെ കാലത്ത് യെരൂശലേമിലെ ദൈവാലയം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചുള്ള ആഗ്രഹവും താല്പര്യവും ദാവീദിൻ്റെ ഹൃദയത്തിലാണ് മുളപൊട്ടിയത്. ആ താല്പര്യം താൻ നാഥാനോട് പറയുന്നു. നാഥാൻ ദൈവസന്നിധിയിൽ ഉണർത്തിക്കുന്നു. വലിയവനായ ദൈവം പറയുകയാണ്, നിന്റെ കൈ രക്തം ചൊരിഞ്ഞതാണ്, അതുകൊണ്ട് നീ അതിന് ഉത്സാഹിക്കേണ്ട, പകരം നിൻ്റെ മകൻ അത് ചെയ്യട്ടെ. എന്നാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം നീ തന്നെ വട്ടം കൂട്ടിക്കോ എന്ന് ദാവീദിനോട് പറയുകയാണ്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലാണ് ഈ 132-ാം സങ്കീർത്തനത്തിൻ്റെ 3-ഉം 4-ഉം 5-ഓ മറ്റൊക്കെ വാക്യങ്ങളാണ്. ഇസ്രായേലിൻ്റെ അഭിഷിക്തനായ ദാവീദ് മഹാരാജാവ് പറയുകയാണ്, ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം, യാക്കോവിൻ്റെ വല്ലഭനൊരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല, എൻ്റെ കണ്ണിനുറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. തൻ്റെ ഭരണത്തിൻ്റെ ആരംഭം ഹെബ്രോനിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ നിന്ന് സിയോൻ കോട്ട പിടിക്കാൻ പാകത്തിനുള്ള പ്രാഗൽഭ്യം വലിയവനായ ദൈവം ദാവീദിന് കൊടുത്തു. ദാവീദിനെ യുദ്ധം ചെയ്യുവാനും ആ കാര്യങ്ങളെയൊക്കെ വരുതിയിൽ കൊണ്ടുവരുവാനും ഉള്ള പ്രാപ്തി നൽകി. അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ശൗലായിരുന്നു. ശൗലിന് അങ്ങനെയുള്ള കാര്യത്തിൽ ഉത്സാഹമില്ലായിരുന്നു. അതിനു മുമ്പ് ന്യായാധിപന്മാർ ഭരിച്ച കാലമാണ്. അതിൻ്റെ തൊട്ട് പുറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ യോശുവയെ കാണാം. അങ്ങനെ ഈ പറയപ്പെട്ട കാലഘട്ടത്തിലൊന്നും യെബൂസ്യ നഗരമായ സിയോൻ പിടിക്കാൻ കഴിഞ്ഞില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അങ്ങനെ സിയോൻ കോട്ട പിടിക്കാനായിട്ട് ഉത്സാഹിച്ചത് ദാവീദാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ആലയം പണിയാൻ, ഒർന്നാൻ്റെ കളത്തിൽ വലിയവനായ ദൈവത്തിനൊരു ആലയം പണിയാനായിട്ടുള്ള ദാവീദിൻ്റെ ഉള്ളിലെ അദമ്യമായ ആഗ്രഹം, ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തോടുള്ള ബന്ധത്തിലാണ് താൻ പറയുന്നത്, ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം, യാക്കോവിൻ്റെ വല്ലഭനൊരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കയില്ല. പിന്നെ എന്താ, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. അതിൻ്റെ അർത്ഥം താൻ ആ ഒരു കാര്യത്തിന് വേണ്ടി ഏറ്റവും ഉത്സാഹിക്കുമെന്നുള്ളതാണ്. തൻ്റെ ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻസ് ഉള്ള വിഷയം എന്ന് പറയുന്നത് ഇതാണ്. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ തനിക്ക് മറ്റ് കാര്യങ്ങൾ, അല്ലേ? രാജ്യത്തെ ഭരണത്തിൻ്റെ മറ്റ് കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ദാവീദ് പറയുമോ, ഞാൻ എൻ്റെ ശയ്യമേൽ കയറി കിടക്കില്ല എന്നൊക്കെ പറയുമോ? ഒരിക്കലും പറയില്ല. ഇത് യാക്കോബിൻ്റെ വല്ലഭനൊരു നിവാസം കണ്ടെത്തുന്ന വിഷയമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പഴയ നിയമ പശ്ചാത്തലത്തിലാണ്.
ന്യായപ്രമാണ കാലഘട്ടത്തിൽ സമാഗമന കൂടാരം കഴിഞ്ഞ് യെരൂശലേം ദേവാലയം വരുന്ന ആ ഒരു പീരീഡിലാണ് നിന്ന് സംസാരിക്കുന്നതെന്ന് ഓർക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഈ 20-ാം സങ്കീർത്തനത്തിലെ 3-4 വാക്യമൊക്കെ ആയിട്ട് പുതിയ നിയമത്തിലേക്ക് വരികയാണ്. പുതിയ നിയമത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കും? ഇന്ന് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിൽ എത്തപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരുമാണ് അത്യുന്നതൻ്റെ മന്ദിരമായി തീരേണ്ടത്. നാം ഓരോരുത്തരുമാണ് മന്ദിരമായി തീരേണ്ടത്. നാം ഓരോരുത്തരുമാണ് പുതിയ യെരൂശലേമിൻ്റെ കല്ലുകൾ എന്ന് പറയുന്നത്. അതായത് വ്യക്തിപരമായി നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമായി തീരേണ്ടതുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാകുന്ന കല്ലുകൾ ചേർത്തു വെച്ച്, അതായത് പുതിയ നിയമസഭയാം സൗധം പണിയണം. അല്ലെങ്കിൽ ആ പുതിയ നിയമസഭ അഥവാ പണിതീർക്കപ്പെട്ട സഭ എന്നുള്ളതിന് മറ്റൊരു പേരാണ് പറയുന്നത് പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരം. മണവാളന് വേണ്ടി അലങ്കരിക്കപ്പെട്ട് അടിഞ്ഞൊരുങ്ങി ഇറങ്ങി വരുന്ന ഒരു നഗരം, അതാണ് പുതിയ യെരൂശലേം. ആ പുതിയ യെരൂശലേം എന്ന് പറയുന്നത്, അതിൻ്റെ കല്ലുകൾ എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. നമ്മെ ചേർത്ത് വെച്ച് പണിയുന്ന ആ പണിക്കാണ് പുതിയ യെരൂശലേം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കല്ലായി തീരാനുള്ള ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു വെമ്പൽ വിശുദ്ധന്മാരുടെ ഉള്ളിൽ വരണം. അതിനു വേണ്ടിയാണ് ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നമ്മൾ ഉത്സാഹിക്കുന്നതും പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതും. നിങ്ങൾ ഓരോരുത്തരും 3 സെൻറ്റിൽ എത്ര നില കെട്ടിടം പണിതാലും നമുക്ക് ആർക്കും വല്ല ദോഷമുണ്ടോ? നിങ്ങൾ അവിടെ 3-4 നിലയുടെ എന്തെങ്കിലും ഒരു കെട്ടിടമൊക്കെ പണിത് കഴിഞ്ഞാൽ ഏതെങ്കിലും നിലയിൽ വഴിപഴച്ച് നമ്മൾ അതിൽ വരികയാണെങ്കിൽ, വല്ല പാതിരാത്രി 12 മണിക്കാണെങ്കിൽ ഒന്ന് അന്തി ഉറങ്ങാം. നമുക്ക് വെയിറ്റിംഗ് ഷെഡിലൊന്നും കിടന്നുറങ്ങണ്ട. നമുക്ക് കയറി കിടക്കാം. നമ്മുടെ സഹോദരി ലിസ പണിത വീടാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്ലെസ്സി പണിതാണ്, അല്ലെങ്കിൽ തോമസ് സഹോദരൻ പണിതാണ്, അങ്ങനെ ഓരോരുത്തരും പണിതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ചെന്നിട്ടൊരു കോളിംഗ് ബെല്ലടിക്കാം. അതിന് പകരം ഞാൻ അവിടെ പണിയണ്ടെന്നൊന്നും അല്ലല്ലോ പ്രസംഗത്തിലൂടെ പറയുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വളരെ പ്രാധാന്യമുള്ള കാര്യം വെക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അത്യുന്നതൻ്റെ മന്ദിരമായി തീരേണ്ടതുണ്ട്. ഇവിടെ നിന്നൊരൊറ്റ ജമ്പിങ് നമുക്ക് ജമ്പ് ചെയ്യാം നേരെ യോഹന്നാൻ 14 പക്ഷെ ഇപ്പം ഞാൻ ജമ്പ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഉത്തരം അവിടെ പോയ ശരിക്കും അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിന് ഈ ശരീരത്തിൻ്റെ സമർപ്പണം എന്ന് പറയുന്നൊരു വിഷയത്തിൻ്റെ പൂർത്തീകരണത്തിനൊരു മെസ്സേജ് പറയണമെന്ന് പറഞ്ഞല്ലോ. അത് പറയുമ്പോൾ യോഹന്നാൻ 14 പോയി വിശദീകരിക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ജമ്പ് ചെയ്യാനുള്ള ഒരു പാലം ഞാൻ ഇട്ട് വെച്ചിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ജമ്പ് ചെയ്യാം. പിന്നത്തേതിൽ ജമ്പ് ചെയ്ത് അവിടെ പോയി ഈ പറഞ്ഞതുമായിട്ട് ചേർത്ത് വെച്ച് പഠിക്കാം. അത് എബ്രായ ലേഖനമൊക്കെ ഉണ്ട്. അതൊക്കെ ചേർത്ത് വെച്ചിട്ട് കാര്യങ്ങളെ കൊണ്ടുവരാം. ചുരുക്കി പറഞ്ഞാൽ ഞാനും നിങ്ങളുമാണ് ദൈവത്തിൻ്റെ മന്ദിരം. ആ മന്ദിരം പർവ്വതത്തിലെ മാതൃകപ്രകാരം പണിയപ്പെടണം. വെട്ടുകുഴി വെച്ച് കല്ലിൻ്റെ കുറവ് തീർത്തുകൊണ്ടിരിക്കണം. കുറവ് തീർത്ത് കാഹളം ധനിക്കുമ്പോൾ ഈ കല്ലുകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി പിന്നീട് അസംബ്ലിങ് മാത്രമേ ഉള്ളൂ. ഉയരത്തിൽ പിന്നീട് ഈ കല്ലുകളുടെ എന്തേ ഉള്ളൂ? പണിതീർക്കപ്പെട്ട കല്ലുകളുടെ അസംബ്ലിങ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വെട്ടുകുഴിയിലാണ് നാം ഇരിക്കുന്നത്. ഈ ലോകമാകുന്ന വെട്ടുകുഴിയിൽ വെച്ച് നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൗരവതരമായ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി കാര്യത്തിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല സഹോദരങ്ങളെ. 3 സെൻറ്റ് എന്നുള്ളതേ 5 സെൻറ്റ് ആക്കിയാലും 50 സെൻറ്റ് ആക്കിയാലും അതൊന്നും തടയാൻ നമ്മളാരും വരില്ല. നിങ്ങളുടെ മുമ്പിൽ 2 വെക്കുക. തുടക്കം മുതൽ അങ്ങനെയല്ലേ? മോശയും അങ്ങനെയാണ് വെച്ചത്, യോശുവയും അങ്ങനെയാണ് വെച്ചത്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ശാപവും അനുഗ്രഹവും വയ്ക്കുന്നു, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാമെന്ന്. നിങ്ങൾക്ക് 3 സെൻറ്റ് 5 സെൻറ്റ് ആക്കണമോ, 5 സെൻറ്റ് 10 സെൻറ്റ് ആക്കണമോ, അത് നിങ്ങളുടെ ചോയ്സ്. അവിടെ നിങ്ങൾക്ക് 1 നില പണിയണോ, 2 നില പണിയണോ, 3 നില പണിയണോ, അത് അത്യാവശ്യമല്ലേ പാസ്റ്റർ? പിള്ളേർ വളർന്നു വരുമല്ലേ? അതൊന്നും സാരമില്ലെന്നേ. ഞാനതിന് തടസ്സം നിന്നില്ലല്ലോ. മറു സൈഡിൽ ഞാൻ ഈ കാര്യം കൂടെ വെക്കുകയാണ്. ഞാൻ ലോക സംഭവങ്ങളിടയ്ക്ക് പറഞ്ഞു തുടക്കത്തിൽ, തായ്ലൻഡിലും മ്യാൻമാറിലും ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു. ചരിത്ര സംഭവമാണ്. 7.7 ഓക്കെ. അടുത്തപടി എന്താ പറഞ്ഞത്? 6 വയസ്സുകാരൻ കൊച്ചിനെ മാളയിൽ ചവിട്ടി താഴ്ത്തിയിട്ട് അവൻ കയറി വന്നപ്പോൾ അവൻ പിന്നെയും ചവിട്ടി താഴ്ത്തി, കുമ്പസാരിക്കുന്നവൻ. അപ്പോൾ അങ്ങനെ ആ 1-ാമത്തെ എണ്ണം പറഞ്ഞ കത്തോലിക്കിന് ആ പരിപാടി ഒപ്പിച്ചു. അത് മാത്രമല്ലെന്ന്, വേറെയും പല കാര്യങ്ങൾ പറയാനില്ലേ? വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഇടയിൽ തന്നെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ പറയണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ എന്താ അതിൻ്റെ ഉത്തരം? മനുഷ്യപുത്രൻ വാതിൽക്കലാണ്. മനുഷ്യപുത്രൻ വാതിൽക്കൽ നിൽക്കുമ്പോൾ നമ്മുടെ നില എന്തെന്നുള്ളത് വചനത്തിലൂടെ നിങ്ങളുടെ മുമ്പാകെ കാണിച്ചു തരണം. വചനമാകുന്ന കണ്ണാടി പിടിക്കണം. ആ കണ്ണാടി പിടിക്കുമ്പോൾ നമ്മുടെ നില എന്താണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് എന്താണ്? സ്റ്റാൻഡേർഡിനൊരു മോഡൽ കാണിക്കണം. ആ മോഡലാണ് യേശുക്രിസ്തു എന്ന ഒരേ ഒരു മോഡലേ നമ്മുടെ മുമ്പിലുള്ളൂ. അല്ലാതെ വേറെ മോഡലെല്ലാം ഉണ്ടോ? അപ്പോൾ ഞാൻ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞില്ലേ, ഓൺലൈൻ മെസ്സേജുകൾ, ഓൺലൈൻ പ്രസംഗങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. അതിലൂടെയൊക്കെ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ എടുത്തു പറയാൻ കാരണം എന്താ?
പല സഹോദരിമാരും എന്നോട് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞങ്ങളെ ഇന്ന പാസ്റ്ററെ വിളിച്ചു. പലർക്കും ഇങ്ങനെ 1-2 പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റർമാരെ വിളിക്കാനുള്ളൊരു ടെൻഡൻസി വരും. എന്നെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. അങ്ങനെ പാസ്റ്ററെ വിളിക്കും. പാസ്റ്റർ ശരിക്കും നൂതനായിരിക്കും, വെറും നൂതനായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം ചർച്ചക്കോടിൽ ഒരു പാസ്റ്ററുമായിട്ട് എനിക്ക് സംസാരിക്കാനായിട്ടൊരു സാഹചര്യം വന്നു. അദ്ദേഹത്തെ ഇതിനു മുമ്പ് ഞാനൊന്ന് ഗുണദോഷിച്ചതാ. അതെന്താ എല്ലാ പാസ്റ്റർമാരെയും ഗുണദോഷിക്കലാണോ എൻ്റെ പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി വലിയൊരു മണ്ടത്തരം പറഞ്ഞു. ആ മണ്ടത്തരത്തിന് ഞാനൊരു തിരുത്തു കൊടുത്തു. ദേവദാസനെ അങ്ങനെയല്ല, അങ്ങനെ പറയരുത്, ആ കാര്യം അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് സമ്മതിച്ചു. പക്ഷേ അത് മനസ്സോടെ സമ്മതിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസവും പുള്ളി അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടുകളിൽ ഏർപ്പെട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പറഞ്ഞ ആളുകളൊക്കെ ആയിട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്ക് പറ്റുമോ? അവരുടെ ശുശ്രൂഷ നിങ്ങളുടെ ശുശ്രൂഷയൊക്കെ തമ്മിൽ അന്തരമില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ, ഞാൻ ആവശ്യമില്ലാത്തതിലൊന്നും തലയിടാറില്ല, ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല, ഞാൻ നേരെ നോക്കി ഇങ്ങനെ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആ കക്ഷികളെന്ന് പറയുന്നത് അടൂരുള്ള കള്ളപ്രവാചകൻ്റെ ആൾക്കാരാണ്. കള്ളപ്രവാചകനുമായി ബന്ധപ്പെട്ട കാര്യമെന്ന് ഓർക്കണം. ഈ പ്രധാനപ്പെട്ട ഒരു പെന്തിക്കോസ് ഗ്രൂപ്പിലെ ഒരു പാസ്റ്റർക്ക് പുള്ളിക്കാരൻ കള്ളപ്രവാചകനാണോ, നല്ല പ്രവാചകനാണോ, കറുത്ത പ്രവാചകനാണോ, വെളുത്ത പ്രവാചകനാണോ എന്നൊന്നും അറിയാൻ മേല. പുള്ളി പറയും, ഞാൻ അതൊന്നും നോക്കൂല്ലെന്ന്. ഞാൻ എല്ലാവരും ശ്രേഷ്ഠരായിട്ടേ എണ്ണുള്ളൂ. ലൂസിഫർ വന്നാലും ശ്രേഷ്ഠനായിട്ടേ എണ്ണുള്ളൂ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അപകടത്തിലാവില്ലേ? അപ്പം ഞാനൊരു ചെറിയ ബുദ്ധിപദേശം കൊടുത്ത് അവസാനിപ്പിച്ചു ഞാൻ. സഹോദര, അങ്ങനെയല്ല, അത് തെറ്റായ വഴിയാണ്. ഈ കഴിഞ്ഞ ദിവസം അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരുത്തനെ കോയമ്പത്തൂർ പോലീസ് ലുക്കൗട്ട് നോട്ടീസ് കൊടുത്ത് കാത്തിരിക്കുക പിടിക്കാൻ വേണ്ടിയിട്ട്. അത് പോക്സോ കേസുമായി ബന്ധപ്പെട്ട്. ഈ ന്യൂജൻ ഗ്രൂപ്പുകളോടൊക്കെ അടുക്കുന്നത് വളരെ സൂക്ഷിക്കണം. അവർ സാധാരണയിൽ അപ്പുറമായി അന്യഭാഷയൊക്കെ പറയും. അന്യഭാഷ പറയുന്ന കേട്ട് ചാടി വീഴരുത്. അവരുടെ കയ്യിൽ വചനം എന്ന് പറയുന്ന കാര്യമില്ല, ഇല്ലെന്നുള്ളത് ഞാൻ തെളിയിക്കാം. എനിക്ക് വരും ദിവസങ്ങളിൽ അത് തെളിയിക്കാൻ സാധിക്കും. അല്പം ചില കാര്യങ്ങളും പറഞ്ഞാണ് ഇന്ന് അവസാനിപ്പിക്കാൻ പോകുന്നത്. ഈ കക്ഷികൾക്ക് വേണ്ട വിധത്തിൽ വചനം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. വചനത്തിൻ്റെ ശരിയായൊരു പ്രകാശനം ലഭിച്ച കൂട്ടങ്ങളല്ല. അവർ ഒരു പ്രത്യേക രീതിയിൽ ആളുകളെ ട്രീറ്റ് ചെയ്തിങ്ങനെ കൊണ്ടു നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജനം കോരിത്തെരിച്ച് ആ കൂട്ടത്തിൽ ഇങ്ങനെ നടക്കുന്നു. നമ്മൾ ആ ഒരു നിലയിലുള്ളവരല്ല. നമ്മൾ കൃപയാലാണ്, നമ്മുടെ മിടുക്കൊന്നുമല്ല, ക്രൂശയെ നോക്കി യാത്ര ചെയ്യുന്നു എന്ന ഒറ്റ കാരണത്താലാണ് പല കാര്യങ്ങളും സ്വർഗത്തിലെ ദൈവം നമുക്ക് നെല്ലും പതിരും വേർതിരിച്ച് തരുന്നത്. ഇപ്പം തന്നെ നമ്മൾ 20-ാം സങ്കീർത്തനത്തിൽ 2 വാക്യം പറഞ്ഞു. ഇതിനു മുമ്പൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അന്നൊന്നും കേൾക്കാത്ത പലരും ഈ സമയങ്ങളിൽ നമ്മൾ പിന്നെയും കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ ചില കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നത്, സന്ദർഭവശാൽ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ആമുഖത്തിൽ ഈ ചില സന്ദേഹങ്ങളും ചില ചോദ്യങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടൊരു മറുപടി പോലെ പറഞ്ഞു പോയതാണ്. മറുപടി പോലെയാണിത് പറഞ്ഞു പോയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട്, അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ട്, പിന്നെ സമൃദ്ധി, ഉയർച്ച എന്നു വേണ്ട ഇത്യാദി കാര്യങ്ങളൊക്കെ ചേർത്താണ് പറഞ്ഞത്. അതിനോട് ചേർത്ത് തന്നെ പറയാവുന്നൊരു കാര്യം കുറേ ദിവസമായി എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ അത് ചിന്തിച്ചിട്ട് അത് പറയാനുള്ളൊരു പ്രേരണ കിട്ടുന്നതുകൊണ്ട് ആ കാര്യത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ആ വീഡിയോ ജസ്റ്റ് 1 മിനിറ്റേ ഉള്ളൂ. രതീഷ് ആ വീഡിയോ നിങ്ങളെ കാണിക്കും. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. അത് തന്നെയല്ല, അവിടെ എഴുതി വരുന്ന കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിച്ച് വായിക്കണം. നമ്മൾ അതിൽ നിന്നൊരു വിശദീകരണത്തിലേക്ക് പോകും. ആ കാര്യങ്ങളുടെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, നമ്മളുടെ സമൂഹം വലിയൊരു സമൂഹമാണ്. ആ സമൂഹത്തിനിടയിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. പല ഡിനോമിനേഷനുകളുണ്ടല്ലോ. പിന്നീട് ഈ സ്വതന്ത്ര സഭകൾ എന്നൊക്കെ പറയുന്ന ഒത്തിരി സഭകളുണ്ടല്ലോ. ഇവിടെയൊക്കെ പലപ്പോഴായിട്ട് കടന്നു പോകുന്നതാണ്. അത് തന്നെയല്ല, പല മനുഷ്യരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതല്ലേ. അപ്പോൾ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചുള്ള ആളുകളുടെ ആ അറിവും അവരുടെ ആ ബോധ്യവും എത്രത്തോളം എന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അത് വലിയ സങ്കടകരമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നല്ല രീതിയിൽ കാര്യങ്ങളെ ശ്രദ്ധിക്കണം, കാര്യങ്ങളെ മനസ്സിലാക്കണം. ചില അപകടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാം. ചില അപകടങ്ങൾ. ശരി, കേൾപ്പിക്കൂ. ദൈവം അനുഗ്രഹിച്ചാൽ മക്കളെ റിസൾട്ട് ഉണ്ടാവും. ഞാനൊരു സംഭവം കാണിച്ചു തരട്ടെ. ഉൽപ്പത്തി 12 എടുത്ത്, ഞാൻ വലിയൊരു ജാതിയാണ്, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി. ഇതാരാ പറഞ്ഞേ? ദൈവം. ആരോടാ പറഞ്ഞേ? അബ്രഹാമിനോട്. 12:2 ദൈവം അനുഗ്രഹിച്ചു. 13:2 എന്റെ റിസൾട്ട് വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. സൗരങ്ങളെ, നിങ്ങൾ ഈ വീഡിയോ കേട്ട് കാണും. അതിൻ്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്കും കമൻറ്റുകളിലൂടെ പ്രതികരിക്കാമെന്ന്.
നമ്മൾ അവരുടെ വീഡിയോയുടെ അടിയിൽ പോയി കമൻറ്റിലൊന്നും പ്രതികരിക്കാൻ പോകുന്നില്ല. പകരം നമ്മൾ ഒരു വീഡിയോയിലൂടെ തന്നെ അങ്ങ് പ്രതികരിക്കുകയാണ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കമൻറ്റിൽ പോയിട്ട് നമ്മൾ എന്തെഴുതാനാണ്? ഇത് ശരിയല്ലെന്നോ ശരിയാണെന്നോ അങ്ങനെയൊന്നും എഴുതാനും പറയാനും നമുക്ക് സമയമില്ല. പകരം നമ്മൾ നേരിട്ടങ്ങ് പ്രതികരിക്കുകയാണ് അതിൻ്റെ ഒരു ശരിയായ വിശകലനത്തിലേക്ക്. മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, സാധാരണ നമ്മൾ പല വീഡിയോകളൊക്കെ കാണിക്കുമ്പോൾ വീഡിയോയിലുള്ള ആളുകളെ ചിലപ്പോൾ അവരുടെ ഫേസൊക്കെ മാസ്ക് ചെയ്തിട്ടാണ് കാണിക്കാറ്. ഇവിടെ നമ്മളൊരു മാസ്കിങ്ങിനും പോകുന്നില്ല. കാരണം ഇവരൊക്കെ വളരെ പ്രസിദ്ധി ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ മുഖമൊക്കെ മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് വിഷമം തോന്നും. അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മുടിയൊക്കെ പിടിപ്പിച്ചിരിക്കുന്നതും താടി പിടിപ്പിച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ അവരെ നമ്മൾ മാക്സിമം ആളുകളുടെ മുമ്പിൽ കാണിക്കുക എന്നുള്ളതാണ്. ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾ ഓർക്കണം, വേറൊരാളുടെ പ്രസംഗം കാണിച്ച് അയാളെ ഹരാസ് ചെയ്യാനോ അയാളെ അപമാനിക്കാനോ ഒന്നും നമുക്ക് ഒരു പ്ലാനുമില്ല, ഒരു ലക്ഷ്യവുമില്ല. നമ്മൾ 2-3 ആഴ്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സമൃദ്ധിയുമായി ബന്ധപ്പെട്ടാണ്. അതിൽ രസകരമായൊരു കാര്യം, അതൊരു ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പിലെ ശുശ്രൂഷകൻ പറഞ്ഞ കാര്യങ്ങളല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ക്ലാസിക്കൽ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പിലെ ഒരു ശുശ്രൂഷകൻ്റെ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ചുവട് പിടിച്ചൊരു ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പിലെ ഒരു ശുശ്രൂഷകൻ്റെ ഒരു പ്രസംഗ ഭാഗം. ഇത് നമ്മളാരും ഉണ്ടാക്കി കട്ട് ചെയ്ത് മുറിച്ചെടുത്തല്ല കേട്ടോ. അവരുടെ തന്നെ ഒരു ചെറിയ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ അയച്ച് കിട്ടിയതാണ്. അത് കേട്ടപ്പോൾ അതിൽ നിന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ചുവട് പിടിച്ച് ഒരു നല്ല വിശദീകരണത്തിലേക്ക് പോകാമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഭാഗം നിങ്ങളെ കേൾപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പൊതുവിൽ ഈ അപകടകരമായ പ്രസംഗങ്ങളും വ്യാഖ്യാനങ്ങളും എങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിന് സഹായകരമായ ഒരു വീഡിയോ ആണിത്, സഹായകരമായൊരു വീഡിയോ. മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വീഡിയോ ഇപ്പം തന്നെ 25,000-30,000 പേരെങ്ങാണ്ട് കണ്ടിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ 50,000-1,00,000 പേരൊക്കെ കാണും. ഇപ്പം തന്നെ ഏതാണ്ട് 1,500-2,000 ആൾക്കാർ അതിൽ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ലൈക്ക് അത് വരും ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു 5,000 അതിലപ്പുറം 10,000 ഒക്കെ ആളുകൾ ചിലപ്പോൾ ലൈക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ ഓടിച്ചൊന്ന് നോക്കി അതിൻ്റെ ആ ഒരു കമൻറ്റ് സെക്ഷനിലേക്ക് നോക്കിയപ്പോൾ കോടാനുകോടി ഹല്ലേലൂയയും ഗ്ലോറി സ്തോത്രവും ആമേനും ഒക്കെ ആയിട്ട് നിറഞ്ഞു കിടക്കുകയാണ്. കോടാനുകോടി സ്തോത്രങ്ങളാൽ അങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ വലിയ സങ്കടമാണ് തോന്നുന്നത്. എന്തുമാത്രം ആൾക്കാരെയാണ് ഇടം കൈയും വലം കൈയും അറിയാത്ത ആളുകളെ ഇവർ പറ്റിച്ച്, ഇടം കൈയും വലം കൈയും അറിയാത്ത ആളുകളെ ഇവർ ഇങ്ങനെ മയക്കുവെടി വെച്ച് ഇങ്ങനെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം എന്നൊക്കെ പറഞ്ഞ് കറക്കി കൊണ്ടുപോവുകയല്ലേ. ഇത് കേട്ട് ഈ ആവേശത്തിലെ ഒരു സഹോദരൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും അസിസ്റ്റൻറ്റുകളായിരിക്കും, ആ അസിസ്റ്റൻറ്റുമാരെ ആവേശത്തിൽ പറയുകയാണ് യെസ് 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 എന്നാണ് പറയുന്നത്. ഒന്നും അറിഞ്ഞിട്ടല്ല, അദ്ദേഹം പറയുന്നതിന് എന്ത് ചെയ്യാണ്? അദ്ദേഹം പറയുന്നതിന് വിപരീതം പറയാൻ പറ്റുമോ? കാരണം ആ സമൂഹത്തിൻ്റെ സെറ്റപ്പ് അങ്ങനെയാണ്. അദ്ദേഹം എന്ത് മൊഴിഞ്ഞോ അതിനെല്ലാം ഇവർ ആമീനെ പറയാൻ പാടുള്ളൂ. പിന്നെ ഹല്ലേലൂയ ഗ്ലോറി എന്നൊക്കെ പറയാം. അതല്ലാതെ വേറൊരു കാര്യവും അന്നേരോ പിന്നത്തേതിലോ പറയാൻ പാടില്ല. കാരണം അത് അവിശ്വാസം ഉണ്ടാകും. അതായത് അഭിഷിക്തനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാകും. അത് നന്മയെ കെടുത്തിക്കളയും. അത് അനുഗ്രഹത്തിന് തടസ്സമാകും. അതൊക്കെയാണ് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ നല്ല സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്നോട് പലതും സംസാരിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്, അത് അങ്ങനെയല്ലോ ഇങ്ങനെയാണെന്നൊക്കെ. എന്നിട്ട് നിങ്ങൾ ആരും നശിച്ചു പോയിട്ടില്ല, നിങ്ങളുടെ അനുഗ്രഹത്തിന് ഒരു ചോർച്ചയും സംഭവിച്ചിട്ടില്ല. ദൈവം നിങ്ങളെ മാന്യമായി കൈപിടിച്ച് നടത്തുന്നു. നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ആ വചനത്തിൽ വളരുകയും ചെയ്യുകയാണ്. വചനത്തിൽ വളരുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് മുൻപോട്ട് വെക്കുകയാണ്. അങ്ങനെ ആ സ്റ്റെപ്പ് മുൻപോട്ട് പോയി നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ്. അതായത് നാം മുൻപോട്ട് പോകുന്ന വിശുദ്ധ പർവ്വതത്തിലേക്കുള്ളൊരു യാത്രയിലാണ്. ആ വിശുദ്ധ പർവ്വതത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ഉതകുന്ന കാര്യങ്ങളാണ് നമ്മൾ അന്യോന്യം പഠിക്കുകയും പഠിപ്പിക്കാനും ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് ഇത്ര 1000 പേരൊക്കെ കാണുന്നു എന്ന്. അതേസമയം അവർക്ക് കിട്ടുന്ന ലൈക്ക്, ആ ലൈക്കിൻ്റെ അത്രയും പോലും നമ്മുടെ ഒരു പ്രസംഗം ആരും കേൾക്കാറില്ല. അപ്പോൾ ചിലർക്ക് തോന്നും അങ്ങനെയുള്ള പാസ്റ്റർക്ക് ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. വേറൊരു ദൈവദാസൻ്റെ കൂട്ടത്തിലുള്ള ആളുകളുണ്ട്. അവർ പറയുന്നത് ഒരു പാസ്റ്റർ 500 സഭയെങ്കിലും സ്ഥാപിച്ചാലാണ് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. 500 സഭയെങ്കിലും മിനിമം സ്ഥാപിക്കണം. അപ്പം 500 സഭ സ്ഥാപിക്കാത്തവരൊന്നും മിണ്ടണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പറയാൻ എന്താ പ്രാഗൽഭ്യമുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം എന്തായാലും ഈ 500 അല്ല 1000 സഭ സ്ഥാപിച്ചവർക്ക് മനസ്സിലാകാത്ത കാര്യമാണ് 500 സഭ സ്ഥാപിക്കാത്തവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കുറ്റക്കാരൻ ആരാ ശരിക്കും? ദൈവമല്ലേ കുറ്റക്കാരൻ?
ഈ 1000 സഭ സ്ഥാപിച്ചവർക്കല്ലേ ഇത് ഈ വചനമൊക്കെ സത്യവചനം വെളിപ്പെടുത്തി കൊടുക്കേണ്ടത്. അതിന് പകരം നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കാണ് സ്വർഗത്തിലെ ദൈവം ഇത് വെളിപ്പെടുത്തി തരുന്നത്. വെളിപ്പെടുത്തി തരുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമുക്ക് അദ്ദേഹം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ വാത്സല്യ സഹോദരൻ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം തുറന്നു വെച്ച് തൻ്റെ കേൾവിക്കാരായവരോടും, അത് തന്നെയല്ല പിന്നീട് ഞാൻ പറഞ്ഞു 10,000-30,000 പേര് ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. അതായത് ഈ സംവിധാനത്തിലൂടെ ഇനി എത്രയായിരം പേര് കാണുമെന്ന് ആർക്കറിയാം. അവരെല്ലാം ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്ത് വിശ്വസിക്കും? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം തുറന്നു വെച്ചിട്ട് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. 2-ാം വാക്യം. അപ്പോൾ അങ്ങനെ അബ്രഹാമിലൂടെ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുകയല്ലേ. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രധാന പോയിന്റ് നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. നിങ്ങൾക്കറിയാം, എങ്കിലും ഇതൊന്നും അറിയാത്ത ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ, പിന്നത്തേതിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഒരു തിരുത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഈ വാത്സല്യ സഹോദരനും ഇദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പുകൾക്കും അതുപോലെ ഇവിടുത്തെ ക്ലാസിക്കൽ പെന്തിക്കോസ്റ്റിലെ മെജോറിറ്റിക്കും മനസ്സിലാകാത്തൊരു കാര്യമാണ് അനുഗ്രഹം എന്താണെന്നുള്ളത്. നമ്മളിവിടെ തുടങ്ങിയപ്പോൾ ഒരു പാട്ട് പാടി. ആ പാട്ട് എഴുതിയതൊരു പെന്തിക്കോസ്റ്റുകാരനല്ല, ആ പാട്ട് എഴുതിയതൊരു മർത്തോമക്കാരനാണ്. പിന്നത്തേതിൽ ബ്രദറണി പോയ സാധു കൊച്ചുകുഞ്ഞു ഉപദേശി എന്ന് പറയുന്ന അദ്ദേഹം മൂത്താമ്പാക്കിലെ തട്ടുംപുറത്ത് കിടന്ന് എഴുതിയ പാട്ടാണ് എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അനുഗ്രഹം എന്ന് പറയുന്ന യേശു ക്രിസ്തു ആകുന്നു എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത്. തൻ്റെ പല പാട്ടുകളിലൂടെയും താനത് പറയുന്നുണ്ട്. തട്ടുംപുറത്ത് കിടന്നപ്പോൾ കിട്ടിയ വെളിപ്പാടിലാണ് താനിതൊക്കെ പറയുന്നതും എഴുതി വെച്ചതും. അത് ക്രൈസ്തവ ലോകം പാടി സന്തോഷിച്ച പാട്ടുകളാണല്ല. ആ പാട്ടുകളിൽ നിന്ന് പിന്നെയും നമ്മൾ ശരിക്കും മുൻപോട്ടാണ് പോകേണ്ടത്, പുറകോട്ടല്ല പോകേണ്ടത്. മുൻപോട്ട് പോകുന്നവർ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം തുറന്നു വെച്ചിട്ട് അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു, അതുകൊണ്ട് ആ അനുഗ്രഹം അങ്ങനെ തന്നെ നമുക്ക് ലഭിക്കും. അതായത് ദൈവവും അബ്രഹാമുമായിട്ട് ഒരു നിയമം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം പോലെയാണ് അബ്രഹാമിനോട് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിന്നിൽ ചെയ്തിരിക്കും. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നത്തേതിൽ അദ്ദേഹം പറയുന്നത് അതിൻ്റെ റിസൾട്ട് അഥവാ അതിൻ്റെ നിവൃത്തീകരണം എന്ന് പറയുന്നത് 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലാണ് കാണുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ നിവൃത്തീകരണം എവിടെയാണ്? 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ. 13:2 നമ്മൾ കാണുന്നത് കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. കണ്ടോ, 12-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് എന്നാ പറഞ്ഞത്? നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണം അദ്ദേഹം കൊടുക്കുകയാണ്. കേട്ടോ, നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്. പണ്ട് തോട്ടത്തിൽ വന്ന് മറ്റേ പുള്ളിയും പറഞ്ഞത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാം കൃത്യമായിട്ട് വചനം എടുത്തു വെച്ചല്ലേ പുള്ളിയും പറഞ്ഞത്. അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെയാണ് ഹൗവിയോട് ചോദിച്ചത്. അതുപോലെ തന്നെയാണ് ഇവരൊക്കെ ആളുകളെ കുഴിയിലിറക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. 12-ാം അധ്യായത്തിൻ്റെ 2ഉം 3ഉം വാക്യം ചേർത്താണ് അദ്ദേഹം പറഞ്ഞത്. ആ 2ഉം 3ഉം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അത് കഴിഞ്ഞിട്ട് ആ വാക്യത്തിൻ്റെ ലാസ്റ്റ് ഒരു ലൈൻ മാത്രമേ നമ്മൾ പുറത്തെടുക്കുന്നുള്ളൂ. അതെങ്ങനെ എഴുതിയിരിക്കുന്നത്? നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനോട് പറയാണ്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. 2-ാം വാക്യത്തിൽ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറയുന്ന ആ വാക്യത്തിൻ്റെ ഒരു ചുരുക്കെഴുത്തെന്നുള്ള നിലയിൽ നമുക്കെടുക്കാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അബ്രഹാമിൻ്റെ പേർ വലുതാക്കിയതുപോലെ നമ്മുടെ ആരുടെയും പേര് വലുതാക്കുന്നില്ല. നമ്മെ ഒരു വലിയ ജാതിയാക്കാമെന്നൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് അബ്രഹാമിനോട് പറഞ്ഞ കാര്യമാണ്. എന്നാൽ നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞത് നമുക്ക് പുറത്തെടുക്കാം. പുറത്തെടുത്തിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു അനുഗ്രഹമായി തീരണം, അല്ലേ? ഈ മുഴു ലോകത്തിന് നമ്മൾ എങ്ങനെയാണ് അനുഗ്രഹമായി തീരുന്നത്? വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ നമ്മൾ ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ വിളിക്കപ്പെട്ട നാം പ്രകാശിക്കുന്നില്ലെങ്കിൽ നമ്മളെങ്ങനെ അനുഗ്രഹമായി തീരും? നമ്മളെങ്ങനെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും? നമ്മളോട് അടുക്കുന്നവർക്ക് അതായത് നമ്മളൊരു ബത്ലഹേമായി മാറണം, എന്ന് വെച്ചാൽ ഒരു അപ്പത്തിൻ്റെ ഭവനമായി മാറണം. നമ്മളോട് അടുക്കുന്നവരുടെ ആത്മീയ വിശപ്പ് ശമിക്കുമാറ് നമ്മിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ കൊടുക്കാനായിട്ട് കഴിയണം. അങ്ങനെ വിവിധ നിലകളിലാണ് നമ്മളൊരു ആശ്വാസമായി തീരുന്നത്. അങ്ങനെയല്ലേ ആശ്വാസമായി തീരേണ്ടത്?
ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ദൈവവിഷയത്തിൽ സമ്പന്നരാകണം. അങ്ങനെ സമ്പന്നരാകുമ്പോൾ മറ്റുള്ളവർക്ക് വാരി വിതരണം. നമ്മുടെ ഉപദേശി പറഞ്ഞതുപോലെ 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിലെ വാരി വിതറലുണ്ടല്ലോ, ആ വിതറൽ നമ്മൾ വിതറുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരും. അതിനു മുമ്പ് നാം അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അർത്ഥം? ദൈവവിഷയത്തിൽ നാം സമ്പന്നരാകുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടുകയാണ്. അതായത് ക്രിസ്തു നമ്മിൽ വളരുകയാണ്, ക്രിസ്തു എന്ന തലയോളം നാം വളരുകയാണ്. അങ്ങനെ വളർന്നു വരുമ്പോൾ, ആത്മീയ വിഷയത്തിൽ നാം തികവുള്ളവരായി മാറുമ്പോൾ, ആ ഒരു നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മളൊരു അനുഗ്രഹമായി മാറുകയല്ലേ. അതല്ലാതെ ഇദ്ദേഹം ഇതിൻ്റെ റിസൾട്ട് എന്ന നിലയിൽ 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലൂടെ പറയുന്ന കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. ദൈവം വാഗ്ദത്തം നിവർത്തിച്ചു, തൻ്റെ നിയമം ഉറപ്പിച്ചു. അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിന് അനുഗ്രഹം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഐഡിയയുമില്ല. പെന്തക്കോസ്ത് ലോകത്തുള്ള മെജോറിറ്റിക്കും ഈ കാര്യങ്ങൾ മറഞ്ഞിരിക്കുകയാണ്. ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ആളുകൾ പറയും അനുഗ്രഹം ലഭിച്ചു, ദൈവം അനുഗ്രഹിച്ചെന്ന്. അത് ഒരു ദൈവിക അനുഗ്രഹമായിട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള വേറെ ആരുടെയും കയ്യിൽ കിട്ടാതിരിക്കണം. ഒരു പുതുനിയമ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചൊരു കാര്യം അനുഗ്രഹമാണെന്ന് പറയണമെങ്കിൽ ഇവിടെയുള്ള വേറെ ആർക്കും, അതായത് ഈ പുറമേയുള്ള ജാതികളായ ആർക്കും കിട്ടാത്തൊരു സാധനമായിരിക്കണം. നമുക്ക് മാത്രം തരുന്നൊരു കാര്യമാണെങ്കിൽ നമുക്ക് പറയാം, കണ്ടോ ആർക്കും കൊടുക്കാത്ത കാര്യം എനിക്ക് തന്നു, ദൈവം എന്നെ അനുഗ്രഹിച്ചു, മാനിച്ചു എന്ന് പറയാം. അതങ്ങനെയാണോ? ഇവിടെ നമ്മളെക്കാളും കോടീശ്വരന്മാർ വേറെ കിടക്കുക. കന്നുകാലിനെ വിട്ടേക്കാം, വെള്ളി, പൊന്ന് ഈ വകയിൽ പുള്ളിക്കാരൻ സമ്പന്നനായിരുന്നല്ലോ. അപ്പോൾ ഈ വകയുടെ കച്ചവടം നടത്തുന്ന ഒത്തിരി ഗുജറാത്തികളുണ്ട്, മാർവാടികളുണ്ട്. അവരുടെ മുമ്പിൽ ഈ പറയുന്ന കൊട്ടാരക്കരക്കാരനും അടൂരുകാരനും പിന്നെ നമ്മുടെ തങ്കുച്ചായനും ആൻഡ് ടീമുകളൊക്കെ പൂജ്യമല്ലേ. അയ്യോ, വലിയ ഗുജറാത്തികളുണ്ട്, സിന്ധികൾ, ഗുജറാത്തികൾ, മാർവാടീസ്, അവരൊക്കെ ഈ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും, അത് മാത്രമല്ല സൂററ്റ് എന്ന് പറയുന്നൊരു പട്ടണം ഇന്ത്യ മഹാരാജ്യത്തിലുണ്ട്. സൂററ്റ് എന്ന് പറയുന്നത് എന്താ? ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റിയാണ്, ഡയമണ്ട് സിറ്റി. ആ ഡയമണ്ട് സിറ്റിയിൽ എന്താ ഒരു കോടീശ്വരനായ മനുഷ്യൻ, ഒന്നല്ല ഒന്നിലധികം ഗ്രൂപ്പുകൾ, അവർ ഓരോ വർഷവും അവരുടെ തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കുന്നത് മാരുതിയുടെ വില കൂടിയ കാറുകളൊക്കെയാണ്. ഇവിടെ ഏതെങ്കിലും പെന്തക്കോസ്തുകാരൻ അങ്ങനെ ആരെങ്കിലും വീട്ടിൽ പണിക്ക് വരുന്ന ആരെങ്കിലും മാരുതിയുടെ കാറ് ബോണസായിട്ട് കൊടുക്കുന്നുണ്ടോ? ആ സൂററ്റുമായിട്ട് ഒരു 100-200 കിലോമീറ്ററിൻ്റെ അകലത്തിലാണ് നമ്മുടെ ഈ രതീഷ് ഇരിക്കുന്നത്. 500ഒന്നുമില്ല, ഒരു 250 കിലോമീറ്റർ കാണും. ഈ രതീഷ് ഒത്തിരി വർഷമായി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ട് ഇന്നും അവിടെ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. തനിക്ക് നാട്ടിൽ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ ഉണ്ട്, എന്നിരുന്നാൽ പോലും താനും തൻ്റെ ഭാര്യയും തൻ്റെ മക്കളുമായിട്ട് അവിടെ സന്തോഷത്തോടെ കഴിയുന്നു. അതേസമയം ഇവരെക്കാളും സന്തോഷത്തോടെ, ഇവരെക്കാളും സംവിധാനത്തിലാണ് സൂററ്റിലെ ഡയമണ്ട് വ്യാപാരികൾ ജീവിക്കുന്നത്. അവർ ബഹുസമ്പന്നരായിരുന്നു. അവരെ വെച്ച് നോക്കുമ്പോൾ, അതായത് ഈ ലോകത്തിൻ്റെ മുമ്പാകെ എന്നൊരു ദൈവദാസൻ എന്നുള്ള നിലയിൽ എനിക്ക് പ്രസംഗിക്കുമ്പോൾ കള്ളം പറയാൻ പറ്റുമോ? രതീഷ് അവരെക്കാളൊക്കെ സമ്പന്നനാണെന്ന് എങ്ങനെ പറയാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന ആരെക്കുറിച്ചും പറയാൻ പറ്റില്ല. നമ്മുടെ ഫ്രാൻസിസ് അങ്കിൾ ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹം പോർബന്തറിലാണ്. പോർബന്തറുമായിട്ട് ഈ ഒരു ചങ്ങാടത്തെ കയറി വന്നു കഴിഞ്ഞാൽ സൂററ്റിലെത്താം, കടലിക്കടയൊക്കെ വരാവുന്നേ ഉള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സൂററ്റിലെത്താം. എന്തുമാത്രം ഡയമണ്ട് വ്യാപാരികളാണ്, കോടീശ്വരന്മാരെന്ന് പറഞ്ഞാൽ അസൽ കോടീശ്വരന്മാർ. ഇന്ത്യയിലെ കോടീശ്വരന്മാരിൽ വലിയൊരു പങ്ക് ബിസിനസ് ചെയ്യുന്നൊരു സ്ഥലമാണ്, ടെക്സ്റ്റൈൽ ഹബ്ബാണ്, ഡയമണ്ടിൻ്റെ ഹബ്ബാണ്, അങ്ങനെ പല കാര്യങ്ങളും. അത് വെച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ ഏത് പെന്തക്കോസ്തുകാരനാണ് ആ നിലയിൽ എത്തിയിരിക്കുന്നത്? അപ്പോൾ ഇവർ ജനത്തെ വഞ്ചിക്കുകയാണ് സഹോദരങ്ങളെ. ഞാൻ ഒത്തിരി വിശദീകരിക്കാതെ പറയാം, ഇവർ ജനത്തെ വഞ്ചിക്കുകയാണ്. വഞ്ചനയുടെ ഒരു ലോകത്താണ് ഇവർ. പലതും പറയാനുണ്ട് നമുക്ക്. നോക്കുക, ഈ 12-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് 11-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തേരഹിൻ്റെ പുത്രന്മാരും പൗത്രന്മാരും ഒക്കെ ആയിട്ട് യാത്ര തിരിച്ച് ഹാരാനിൽ വരികയാണ്. ഹാരാനിൽ ഇരിക്കുമ്പോഴാണ് തേരഹ് മരിക്കുന്നതും പിന്നത്തേതിൽ വലിയവനായ ദൈവം അബ്രഹാമിനോട് അവിടെ നിന്ന് യാത്ര പുറപ്പെടാൻ പറയുന്നതും. അങ്ങനെ യാത്ര പുറപ്പെടുന്ന സമയത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3-ാം വാക്യത്തിൻ്റെ അവസാനത്തെ ലൈൻ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ താന് ഷെഖേമിൽ വന്നു. ഷെഖേമിൽ വന്ന് കൂടാരമടിച്ചു. അവിടെ നിന്ന് പിന്നീട് മുൻപോട്ട് നീങ്ങി ബഥേലിലെത്തി. അങ്ങനെ ബഥേലി വന്ന് കൂടാരമടിച്ചു. അങ്ങനെ അവിടെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് താൻ അവിടെ യഹോവയ്ക്ക് യാഗപീഠമൊക്കെ പണിത കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരിക, 12-ന്റെ 10 വരിക. 10-ാം വാക്യത്തിൽ എന്താ കാണുന്നത്? ദേശത്ത് ക്ഷാമം ഉണ്ടായി.
ദേശത്തെ ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. 12-ാം അധ്യായത്തിന് 2-ാം വാക്യത്തിൽ എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ഉയർത്തും, മാനിക്കും, അങ്ങനെ ഇത്യാദി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് 13-ാം അധ്യായത്തിൽ തനിക്ക് വെള്ളിയും പൊന്നും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ദേശത്തൊരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ അത് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞില്ല. പ്രസംഗത്തിൽ ഇവർക്ക് താല്പര്യമുള്ള വാക്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ഈ വാക്റ്റത്വമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ അബ്രഹാം വലിയ ക്ഷാമത്തിലൂടെ പോകേണ്ടി വന്നു സഹോദരങ്ങളെ. ആ സമയത്ത് അദ്ദേഹം ഒരു ബുദ്ധിമോശം കാണിച്ചു. മിസ്രൈമിലേക്ക് പോകേണ്ട കാര്യമില്ല, വിളിച്ചിറക്കിയ ദൈവം ഈ ക്ഷാമത്തിൻ്റെ നടുവിലും അബ്രഹാമിനെ പോറ്റി പുലർത്താൻ പ്രാപ്തനാണ്. ദൈവം പ്രാപ്തനാണ്. മിസ്രൈമിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷേ മിസ്രൈം ലോകത്തിൻ്റെ നിഴലാണ്. മിസ്രൈം ലോകത്തിൻ്റെ നിഴലാണ്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പഴയ നിയമമൊക്കെ പഠിക്കുമ്പോൾ അവിടെയും പരിശോധനകളുണ്ട്, പുതിയ നിയമത്തിലും പരിശോധനകളുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു പരിശോധന കടന്നു വന്നപ്പോൾ ആ പരിശോധനയിൽ ക്ഷാമം ഒരു പരിശോധനയാണ്. ആ പരിശോധനയുടെ സമയത്ത് അബ്രഹാം എങ്ങോട്ട് ഇറങ്ങിപ്പോയി? മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. അത് ലോകത്തെയാണ് കാണിക്കുന്നത്. അതായത് ഫറവോൻ എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ നിഴലാണ്. അപ്പോൾ അവിടെ ഒരു ആശ്രയം വെച്ചു, അങ്ങോട്ട് കടന്നുപോയി. അവിടെ ചെന്ന് പിന്നീട് എന്തൊക്കെയോ ഉണ്ടായെന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് വായിക്കുന്നത് 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ ഇത് ശ്രദ്ധയിലിരിക്കണം. 12-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യത്തിൽ ബ്ലെസ്സിങ് ആണ് നിൽക്കുന്നത്, വാക്തത്വമാണ് നിൽക്കുന്നത്. വാക്തത്വം ലഭിച്ചവൻ്റെ ജീവിതത്തിൽ ക്ഷാമവും ഇത്യാദി കാര്യങ്ങളൊക്കെ വരുമെന്ന് ഇത്തരത്തിലുള്ള വ്യാജമായ പ്രസംഗങ്ങൾ നടത്തുന്നവർ പറയാറില്ല. സാധാരണ അവർ ഒരു സൈഡ് മാത്രമേ പറയൂ, രണ്ടും പറയില്ല. ഇത് രണ്ടും പറയാതെ വരുമ്പോൾ ഈ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളുകളെ അടിച്ച് ഉത്തരത്തെ കയറ്റിയിരുത്തും. ഭയങ്കരമായിട്ട് നിന്നെ മാനിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു ക്ഷാമം വന്നു കഴിഞ്ഞാൽ, പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അവൻ പതറിപ്പോകും. കാരണം ഇവരുടെ മെസ്സേജിലൂടെ ആ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇവരുടെ മെസ്സേജിലൂടെ അങ്ങനത്തെ കാര്യം പറയുന്നുണ്ടോ? ഇവർ ഒരു രീതിയിൽ മാത്രം ഇങ്ങനെ പറഞ്ഞു പോവുകയല്ലേ. അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വച്ചടി കയറ്റമാണ്, മാനിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനം അത് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ക്ഷാമം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അവരും ഇസ്രായേലിലേക്ക് ഇറങ്ങിപ്പോവും, അത്ര തന്നെ. അതേസമയം കാര്യങ്ങൾ പറയണ്ടേ? ക്രിസ്തീയ ജീവിതത്തിൽ നാം അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ പോലെ നാം പരിശോധനകളിലൂടെ പോകേണ്ടതുണ്ട്. പരീക്ഷകൾ അനുവദിക്കും, നാനാ പരീക്ഷകൾ അനുവദിക്കും. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ദുഃഖിക്കരുത്. മിസ്രൈമിലേക്ക് ഒരു കാരണവശാലും ഇറങ്ങരുത്, ഉറച്ചു നിൽക്കണം. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിന്റെ മേൽ ആവസിക്കുന്നുവല്ലോ എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെയല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? അതിന് പകരം നേരെ ജമ്പ് ചെയ്യാണ് 13-ാം അധ്യായത്തിലേക്ക്. കണ്ടോ, വെള്ളിയും പൊന്നും കണ്ടോ എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഫറവോൻ്റെ കൊട്ടാരത്തിൽ സാറ ചെന്നതും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, വിശദീകരിക്കുന്നില്ല. നമ്മൾ നേരെ താഴേക്ക് വന്ന് 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: അവളുടെ നിമിത്തം അവൻ അബ്രഹാമിന് നന്മ ചെയ്തു. അതായത് സാറ നിമിത്തം ഫറവോ അബ്രഹാമിന് നന്മ ചെയ്തു. അവന് ആടുമാടുകളും ആൺകഴുതകളും ദാസന്മാരും പെൺകഴുതകളും ഒട്ടകങ്ങളും കൂട്ടത്തിൽ കുറച്ച് ദാസിമാരെയും കൊടുത്തു. ഇതെല്ലാം ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമാണ്. അങ്ങനെ കിട്ടിയ ദാസിമാരുടെ ഇടയിൽ നിന്ന് എണ്ണം പറഞ്ഞൊരു ദാസിയെ നമുക്ക് പുറത്തിറക്കാം. ആ ദാസിയുടെ പേരാണ് ശ്രീമതി ഹാഗാർ. നമ്മുടെ അപ്പോസ്തലൻ എന്താ ചെയ്തത്? 12-ാം അധ്യായത്തിൽ നിന്ന് ഒരൊറ്റ ജമ്പിങ് ആണ് 13-ാം അധ്യായത്തിലേക്ക്. അങ്ങനെ ജമ്പ് ചെയ്യരുത്, നടുവൊടിയും. അതിനിടയിലാണ് 16-ാം വാക്യം. 16-ാം വാക്യത്തിൽ ഈ പറയപ്പെടുന്ന നാൽക്കാലികളും ആടുമാടുകളും ഈ പറഞ്ഞതെല്ലാം ലഭിച്ചെന്നേ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ലഭിച്ചു. കുറേ കാലം അവിടെ പാർത്തു, അങ്ങനെ അതൊക്കെ ലഭിച്ചു. കൂട്ടത്തിൽ ലഭിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ദാസിമാരെയും കിട്ടി. അതിലൊരു ദാസിയാണ് ആഗാർ. അപ്പോൾ ഈ 16-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് തുറക്കാത്ത പെന്തിക്കോസുകാർ പറയും ഇതെല്ലാം അനുഗ്രഹമാണ്. മിസ്രൈമിലേക്ക് പോയാൽ എന്താ കുഴപ്പം? ഫറവോൻ്റെ കൊട്ടാരത്തിലൊന്ന് പോയി എന്ന് ഓർത്ത് എന്താ ദോഷം? എല്ലാം പിന്നീട് നന്മയ്ക്കായി മാറ്റിയില്ലേ? കണ്ടില്ലേ നോക്കിയേ എന്നൊക്കെയാ? ആടുമാടുകളും ആൺകഴുതകളും ദാസന്മാരും പെൺകഴുതകളും ഒട്ടകങ്ങളും പിന്നെ ദാസിമാരും. ആ കൂട്ടത്തിൽ കിട്ടിയതാണ് നമ്മൾ പറഞ്ഞ ശ്രീമതി ഹാഗാറും. അത് ചരിത്രത്തിൽ തലവേദനയായോ ഇല്ലയോ? ആ തലവേദനയാണ് ഇന്നും മിഡിൽ ഈസ്റ്റിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇറങ്ങിപ്പോയ ആ പോക്കിലാണ് ഹാഗാർ എന്ന് പറയുന്ന വാത്സല്യ സഹോദരിയെ കൂടെ കിട്ടിയത്. അങ്ങനെ കിട്ടിയത് കൊണ്ട് ചരിത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബെറിഞ്ഞ് കളിക്കുകയാണ്. അതൊരു ശുദ്ധ മണ്ടത്തരമായി പോയില്ലേ പിന്നത്തതിൽ.
ഓക്കെ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ താഴേക്ക് വായിക്കുമ്പോൾ അവർ തിരിച്ച് കനാനിലേക്ക് വരുന്ന കാര്യങ്ങളുണ്ട്. 13-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ അബ്രഹാമും ഭാര്യയും, അതായത് ഈ 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം മുതൽ സംഭവിച്ച കാര്യങ്ങളെ എല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത്. അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച്, ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അവർ എവിടെ വന്നു? കനാനി വന്നു. അവരങ്ങനെ കനാനി വന്നു. പിന്നെ കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അങ്ങനെയെല്ലാം പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യനുകളിലേക്ക് വരികയാണ്. കൊട്ടാരക്കര വരെ നമ്മുടെ ചോദ്യം എത്തുമെന്ന് അറിയില്ല, നല്ല ദൂരമാണ്. കൊട്ടാരക്കര വരെ എത്തിയില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ മുമ്പാകെ ആ ചോദ്യം വയ്ക്കുക. നിങ്ങളെങ്കിലും ഒന്ന് കേൾക്കുക ഈ മണ്ടത്തരം. അതായത് ഈ പറയപ്പെട്ട നിലയിൽ ഇപ്പോൾ ഈ വായിച്ച ഭാഗം ഏതാ സഹോദരങ്ങളെ? ഇത് പഴയ നിയമമാണ്, ഉൽപ്പത്തി പുസ്തകമാണ്. ഇപ്പോൾ നിങ്ങളോട് പ്രസംഗിക്കുന്നത് ഞാനൊരു പുതിയ നിയമ സഭയിലെ ശുശ്രൂഷകനാണ്, യഹൂദ റബ്ബായി അല്ല. കേട്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ്. നിങ്ങൾക്ക് ആ ബോധമുണ്ടോ? ആ ബോധത്തിലിരുന്നാണോ കേൾക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബോധം പോയവരല്ല എന്നെ കേൾക്കുന്നത്. അപ്പോൾ ബോധം പോയ ആരെങ്കിലും പിന്നത്തേത് നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു മാനസാന്തരത്തിനും തിരിച്ചറിവിനും വേണ്ടിയിട്ടാണ് നമ്മൾ ബുദ്ധി ഉപദേശിക്കുന്നതും ഗുണദോഷിക്കുന്നതും. ആരെയും ഹരാസ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. അതായത് ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ പുതിയ നിയമ വീക്ഷണത്തിലൂടെ അല്ലാതെ വചനം വ്യാഖ്യാനിക്കാൻ പാടില്ല. പുതിയ നിയമ വീക്ഷണത്തിലൂടെ അല്ലാതെ തനിക്ക് തോന്നുന്നത് പോലെ ബോധിച്ചതുപോലെ ഒരു വാക്ക് പറയാൻ പാടില്ല. അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, യാക്കോബിനോടൊക്കെ പറഞ്ഞത് ഈ ഭൂമിയിൽ ഒരു ഭൂപ്പരപ്പ് കൊടുക്കാമെന്നാണ്. ഈ ഭൂമിയിലുള്ള ആടുമാട്, നാൽക്കാലി, പെൺകഴുത, ഒട്ടകം, അത് ഇതൊക്കെ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ദാസീദാസന്മാരെയൊക്കെ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞതിലെയും കൊടുത്തതിലെയും 2 കൂട്ടം കാര്യങ്ങളെ മാത്രം അടർത്തി പുറത്തെടുത്തിട്ട് പറയുകയാണ് പൊന്നും വെള്ളിയും കിട്ടിയെന്ന്. ബാക്കിയൊന്നും വേണ്ടേ? തനിക്ക് ലഭിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോളിൽ വായിച്ചല്ലോ. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ വെള്ളിയും പൊന്നും നമുക്ക് കിട്ടുന്ന കാര്യം പറയാം, ഓക്കെ. അത് കഴിഞ്ഞ് ഈ ദാസീദാസന്മാരെ നമുക്ക് വേണ്ടേ? ആൺകഴുതയും പെൺകഴുതിയും ഒന്നും വേണ്ടേ? ഒട്ടകങ്ങളെ ഒന്നും വേണ്ടേ? ഈ വെള്ളിയും പൊന്നും മാത്രം മതിയോ? ഇതാണ് സാത്താന്യ വഞ്ചന എന്ന് പറയുന്നത്. നോക്കണം, നമുക്ക് ഒരിക്കലും ഇത് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. ഈ കൊട്ടാരക്കരക്കാരനേക്കാളും വളരെ ശ്രേഷ്ഠനായൊരു മനുഷ്യനാണ് പൗലോസ് ലീഗ. ധന്യനായ പൗലോസ് ലീഗ അബ്രഹാമിൻ്റെ കൊച്ചുമകനാണ്. എന്നേക്കാളും, ഞാൻ പറഞ്ഞ കൊട്ടാരക്കരക്കാരനേക്കാളും അബ്രഹാമിനോട് ഏറ്റവും അടുപ്പമുള്ള രക്തബന്ധമുള്ള ആളാണ് ആര്? പൗലോസ് ലീഗ. ആ പൗലോസ് എന്താ പറഞ്ഞത്? ഈ വെള്ളിയും പൊന്നും ബാക്കി പറഞ്ഞ കാര്യങ്ങളെ എല്ലാം ചേർത്ത് വെച്ച് റോമൻ കാരാഗ്രഹത്തിൽ കിടന്ന് സാർവത്രിക സഭയോട് താൻ എന്താ പറഞ്ഞത്? ഇതെല്ലാം ചവറാണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ അനുഗ്രഹമാണെന്നാണോ പറഞ്ഞത്? ആണോ സഹോദരങ്ങളെ? 1500 പേരുടെ ലൈക്കാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ 900 ആൾക്കാരാണ് ഗ്ലോറി, ഹല്ലേലൂയ, ഓ ഭയങ്കര 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 എന്ന് കമൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അന്ധതയിൽ കിടക്കുകയല്ലേ ജനം? അന്ധതയിൽ, മഹാ അന്ധതയിലല്ലേ കിടക്കുന്നത്? നിങ്ങൾ ഈ കൊട്ടാരക്കരക്കാരൻ്റെ സഭയിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്ന ആളുകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കണം കേട്ടോ. ആ സഹോദരങ്ങൾ ഇടങ്കയും വലങ്കയും അറിയാത്ത സഹോദരങ്ങളാണ്, കണ്ണ് തുറക്കാത്ത മനുഷ്യരാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ വെള്ളിയും പൊന്നിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഡയറക്റ്റ് അങ്ങനെ എടുക്കുകയല്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലെ വാക്തത്വം പോലെ, അതിൻ്റെ നിവൃത്തീകരണം 13-ാം അധ്യായത്തിൽ കണ്ടതുപോലെ വിശ്വാസികളായവർക്കത് ലഭിക്കുമെന്ന് പറഞ്ഞാൽ, അബ്രഹാമിൻ്റെ മക്കൾക്കത് ലഭിക്കുമെന്ന് പറഞ്ഞാൽ, പത്രോസും പൗലോസും ഒക്കെ 2 രീതിയിൽ അബ്രഹാമിൻ്റെ മക്കളാണ്. അതായത് അക്ഷരീകമായി അബ്രഹാമിൻ്റെ മക്കളാണ്, ആത്മീയമായും അബ്രഹാമിൻ്റെ മക്കളാണ്, അല്ലേ? രക്തബന്ധമുണ്ട്, മറുസൈഡിൽ എന്താ? ആത്മീയമായും ഉണ്ട്. 2 രീതിയിലും. അപ്പോൾ 2 രീതിയിലും ആദ്യം വെള്ളിയും പൊന്നും കിട്ടേണ്ടത് ആർക്കാ? പത്രോസിനും പൗലോസിനും യാക്കോബിനും യോഹന്നാനുമാണ്. അവർക്ക് ആർക്കും കിട്ടാതെ ഈ വെള്ളിയും പൊന്നും നേരെ പാർസലായിട്ട് അയക്കുകയാണോ കൊട്ടാരക്കരയ്ക്ക്? ഇവർ വഞ്ചകരാന്ന് പറയാനാണ്. ഞാൻ വേറെ വാക്കുകൾ ഉപയോഗിക്കാനില്ല സഹോദരങ്ങളെ. ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സരളമായ വാക്കുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിന്നീട് അറിയിക്കണം, പഠിപ്പിക്കണം. എനിക്കറിയാവുന്ന മലയാളം വെച്ചിട്ട് ഞാൻ പറയുന്നത് മഹാവഞ്ചനയാണിത്. നമ്മൾ പറയുന്ന നിരീശ്വരവാദികളൊക്കെ വഞ്ചകന്മാരാണ്. ഒരിക്കലുമല്ല. അവർ സാധുക്കളാണ്. അവർക്ക് ഒന്നും അറിയാൻ മേല, പാവങ്ങളാണ്. ദൈവം ഇല്ലെന്നേ അവർ പറയുന്നുള്ളൂ. അവരാരെയും വഞ്ചിക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ദൈവം ഇല്ലെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകാമല്ലോ, അകന്നു മാറാം. അതേസമയം ഇവരെന്താ ചെയ്യുന്നത്? ഇവർ രക്ഷിക്കപ്പെട്ട് വന്ന ആൾക്കാരെയും രക്ഷിക്കപ്പെടാത്തവരെയും 2 കൂട്ടരെയും
രണ്ടു കൂട്ടരെയും പാതാളത്തിലെത്തിക്കാനുള്ള അച്ചാരം വാങ്ങിയ ആളുകളാണ്. അച്ചാരം വാങ്ങിയ ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയുന്നത്. നമ്മുടെ മെസ്സേജൊക്കെ കേൾക്കുന്ന ചിലർ പറയും, അയ്യോ അവർ ക്രിട്ടിസൈസ് ചെയ്യാന്ന്. എന്നാൽ നിങ്ങൾ നല്ല രീതിയിൽ പറ. ഈ കാണായ ആളുകൾ 25,000, 30,000, 40,000 പേര് ഇത് കേൾക്കുന്നവരെല്ലാം ആമേൻ പറയുന്നു, എല്ലാവരും ലൈക്ക് ചെയ്യുന്നു, എല്ലാവരും സന്തോഷം പങ്കിടുന്നു. അവരെന്താ ധരിച്ചിരിക്കുന്നത്? അബ്രഹാമിൻ്റെ അനുഗ്രഹം ഇങ്ങനെ നമുക്ക് ലഭിക്കുമെന്നാണ്. ഇനി 3-ാം വാക്യത്തിൻ്റെ അവസാന ലൈനിലേക്ക് വന്നേ. 3-ാം വാക്യത്തിൻ്റെ അവസാന ലൈനിലേക്ക് വരുമ്പോൾ കാണുന്നത് എന്താ? നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതായത് നിന്നാൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതിനാണ് പ്രാധാന്യം. 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൻ്റെ അവസാന ലൈനിനാണ് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് അബ്രഹാമിനോട് ദൈവം ഒരു വാക്തത്വം കൊടുക്കുകയാണ്, നിന്നാൽ സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടുമെന്ന്. അതിൻ്റെ കുറച്ചും കൂടെ വിശദമായ വിശദീകരണമാണ്, അതൊരു നിയമത്തിലൂടെ ഉറപ്പിക്കുകയാണ് 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ. 17-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, ആ 4-ാം വാക്യത്തിൽ നമ്മളുണ്ട്. എന്താ അവിടെ കാണുന്നത്? എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. 12-ാം അധ്യായത്തിൽ എന്താ വായിച്ചത്? നിന്നാൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ പറയുന്നത് നീ ബഹുജാതികൾക്ക് പിതാവാകും. അത് കഴിഞ്ഞ് താഴേക്ക് വായിക്കുമ്പോൾ അവൻ്റെ സന്തതി മുഖാന്തരം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് അനുഗ്രഹത്തിലേക്ക് വരുന്നത്. സന്തതി എന്ന് പറയുമ്പോൾ നമ്മൾ അക്ഷരികമായ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്നത് ഇസഹാക്കിനെയാണ്. എന്നാൽ ഇസഹാക്കിൽ മറഞ്ഞിരിക്കുകയാണ് യേശുക്രിസ്തു. നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോൾ ഇസഹാക്കിനെയാണ് കാണുന്നതെങ്കിലും അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ള നിലയിൽ അതിൻ്റെ വിശദീകരണം നമുക്ക് ഗലാത്യ ലേഖനത്തിലാണ് ലഭിക്കുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വേഗം വരൂ. ഇത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഈ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളിത് പറയുകയാണ്, പിന്നത്തേതിലും പ്രയോജനപ്പെടട്ടെ. അങ്ങനെ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണാം, എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടിയെ അറിയിച്ചു. അതായത് ഈ ഉൽപ്പത്തി പുസ്തകം 12-ഉം 17-ഉം അധ്യായങ്ങളിലൊക്കെയാണ് നമ്മൾ കാണുന്നത്. സുവിശേഷത്തിൻ്റെ ഒരു പ്രാഗ് രൂപം അവിടെയുണ്ട്. അതായത് നിന്നാൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്ന ആ കാര്യമാണ് ഇവിടെ എടുത്തെഴുതിയിരിക്കുന്നത്. എങ്ങനെ എഴുതിയിരിക്കുന്നത്? നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ഗുഡ് ന്യൂസ്. അതൊരു ഗുഡ് ന്യൂസ് ആണല്ലോ, അല്ലേ? സുവിശേഷം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഗുഡ് ന്യൂസ് എന്ന് മാത്രമാകട്ടോ. അതായത് ഗുഡ് ന്യൂസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ആ വാക്ക് ഉപയോഗിക്കാം. ഗുഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ സുവിശേഷം നമ്മൾ പറയും. അതിന് വേറൊരു പര്യായമുണ്ട്, സദ്വർത്തമാനം, അല്ലേ? ഒരു ശുഭവാർത്ത എന്നൊക്കെ പറയും. അതിനെല്ലാം ഈ വാക്ക് ഉപയോഗിക്കാം. ഗ്രീക്കിൽ അതിൻ്റെ വാക്ക് ഈ പറഞ്ഞ രീതിയിലെല്ലാം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞ കാര്യം ഒരു സദ്വർത്തമാനമാണ്, ഒരു ഗുഡ് ന്യൂസാണ്. എന്താ ഗുഡ് ന്യൂസ്? അബ്രഹാമിലൂടെ ഈ ലോകത്തിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ആ ഗുഡ് ന്യൂസിൻ്റെ പൂർണ്ണത എന്താ? ശരിക്കും ഒരു ഗുഡ് ന്യൂസായിട്ട് മാറുന്നത് എങ്ങനെയാ വിഷയം? തൻ്റെ പുത്രനായ യേശുക്രിസ്തു, അതായത് അബ്രഹാമിൻ്റെ സന്തതിയായ യേശുക്രിസ്തു മൂലം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അതാണ് ഗുഡ് ന്യൂസ്. പഴയ നിയമ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താ ഗുഡ് ന്യൂസ്? അബ്രഹാമിനോട് ദൈവം ഒരു വാക്തത്വം പറഞ്ഞു. ആ വാക്തത്വം എന്താ? ഈ പറഞ്ഞ കാര്യങ്ങൾ. അതെങ്ങനെ പൂർത്തീകരണത്തിലേക്ക് വന്നു? നിന്റെ സന്തതി എന്ന ഏകൻ മൂലം. അതെവിടെ എഴുതിയിരിക്കുന്നത്? 16-ാം വാക്യം, 3:16. അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാക്തത്വങ്ങൾ ലഭിച്ചു, സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കുമെന്ന ഏകനെ കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ, ക്രിസ്തു യേശു തന്നെ. അപ്പോൾ ആ സന്തതി എന്ന് പറയുന്ന ആരാണെന്ന് ഇവിടെ തെളിച്ചു പറഞ്ഞു? യേശു ക്രിസ്തു ആണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ആളുകളെ കുഴിയിലിറക്കുന്ന വാക്യം, ഇവർ കറക്കിക്കളയുന്ന വാക്യമാണ് അതിൻ്റെ 13-ാം വാക്യം, അതിൻ്റെ 14-ാം വാക്യം. 14-ാം വാക്യത്തിൽ പറയുന്നത്, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഈ കാര്യം അദ്ദേഹം അവിടെ പറയുന്നുണ്ട് സഹോദരങ്ങളെ. അത് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് നോക്കി കാണുന്നയാളാണ്. അതായത് ഗലാത്യ ലേഖനം 3:14 നമ്മൾ വായിച്ചല്ലോ, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന് തന്നെ. അതിൽ അദ്ദേഹം പറയുന്നത് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് എന്ന് പറഞ്ഞ് അങ്ങ് വിടുക, സ്കിപ്പ് ചെയ്ത് പോവുക.
അത് കഴിഞ്ഞ് താഴേക്കുള്ളത് വായിക്കുന്നില്ല. നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന്. അതായത് അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്തം എന്താ? നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, അതുപോലെ നീ ഒരു അനുഗ്രഹമായിരിക്കും. പിന്നെ ഈ ഭൂമിയിലുള്ള പല കാര്യങ്ങളും കൊണ്ട് അബ്രഹാമിനെ അനുഗ്രഹിക്കുകയാണല്ലോ, ഒരു വാഗ്ദത്തമാണ്. അതിൻ്റെ കൂടെയാണ് പറയുന്നത് നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ അനുഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വാഗ്ദത്തം എന്ന് പറയുന്നത്, വാഗ്ദത്തം എന്താ? നിത്യജീവനാണ്. അത് 1 യോഹന്നാൻ്റെ ലേഖനത്തിലാണ് എഴുതിയിരിക്കുന്നത്. 1 യോഹന്നാനിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യജീവനാണെന്ന്. നിത്യജീവൻ തൻ്റെ പുത്രനിലാണ് ഇരിക്കുന്നത്. നിത്യജീവൻ പുത്രനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കപ്പെട്ട വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യജീവനാണ്. അല്ലാതെ ആടുമാട് നാൽക്കാലി ദാസന്മാരോ ചെമ്പോ വെള്ളിയോ മഗ്നീഷ്യോ ഒന്നുമല്ല. അതെയോ വേറെ എന്തെങ്കിലും സാധനമാണോ? ഫോസ്ഫറസ് വല്ലതും ആണോ? കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ ഫോസ്ഫറസ് കൊണ്ട് അനുഗ്രഹിച്ചേക്കാമെന്ന്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമുക്കൊരേ ഒരു വാഗ്ദത്തം ലഭിച്ചിരിക്കുന്നത്, അത് നിത്യജീവനാണ്. ആ നിത്യജീവൻ എന്ന് പറയുന്നത് തൻ്റെ പുത്രനിലാണ് ഇരിക്കുന്നത്. പുത്രനുള്ളവന് ജീവനുണ്ട്, അഥവാ നിത്യജീവനുണ്ട്. പുത്രനെ കൈക്കൊണ്ട് കഴിയുമ്പോൾ നാം ബ്ലെസ്ഡായി മാറുകയാണ്, അല്ലേ? പുത്രനെ കൈക്കൊള്ളുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുകയാണ്. അതിൻ്റെ ആ ഇക്വേഷൻ നിങ്ങൾ കണ്ടേ. പുത്രനെ നാം കൈക്കൊള്ളുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുന്നു. പുത്രനില്ലാത്തവന് അനുഗ്രഹമുണ്ടോ? പുത്രനില്ലാത്തവന് വെള്ളിയോ ചെമ്പോ പിന്നെ എന്നതാ വേറെ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെന്ന് കരുതി അവനെ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് വിളിക്കാൻ പറ്റുമോ? അതായത് ദൈവവിഷയത്തിൽ വട്ടപൂജ്യമായിരിക്കുന്ന ഒരു പെന്തിക്കോസുകാരൻ, അവന് നാട്ടുകാരെല്ലാം പറയും കണ്ടമാനം വെള്ളിയും പൊന്നും ഉണ്ട് പുള്ളിയുടെ വീട്ടിൽ, പിന്നെ ചെമ്പുണ്ട്, ഇരുമ്പുണ്ട്, തുരുമ്പുണ്ട്, ഇതൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളി അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ പറയില്ല സഹോദരങ്ങളെ. നിങ്ങളങ്ങനെ പറയുമോ? നിങ്ങളങ്ങനെ പറയുമെങ്കിൽ എനിക്ക് നിങ്ങളുമായിട്ട് പിന്നെ കൂട്ടായ്മയില്ല കേട്ടോ. അതായത് ആ വ്യക്തി രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ അദ്ദേഹം അനുഗ്രഹത്തിലേക്ക് വന്നു എന്ന് നമുക്ക് പറയാം. ദൈവവിഷയത്തിൽ 0 ആണെങ്കിൽ അദ്ദേഹം അനുഗ്രഹപൂർത്തിയിലേക്ക് വന്നിട്ടില്ലെന്നേ. അദ്ദേഹം ശരിക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ടവനല്ല. സത്യം അറിഞ്ഞിട്ടും ലോകത്തിൻ്റെ പുറകെ പോയവനാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ കൂട്ടാൻ പറ്റില്ല. അദ്ദേഹത്തെ നമുക്ക് എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റും? അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറയുന്നത് ആരാ? ഇതിൽ നിന്ന് വാരി വിതറുന്നവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. ഈ നിക്ഷേപമുള്ളവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. അപ്പോൾ ഈ നിക്ഷേപമില്ലാത്തവരൊന്നും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. ഇവർ ജനത്തെ വഞ്ചിച്ച് ഈ ലോകത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. വെള്ളിയും പൊന്നും എങ്ങനെ നമുക്ക് സമ്പാദിക്കാം, അത് ദൈവം നമുക്ക് തരും. നിങ്ങൾ ദശാംശവും സ്വോത്രകാഴ്ചയൊക്കെ നിറവടിയായിട്ടും മുറമുറയായിട്ടും കൊടുക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും അനുഗ്രഹിക്കുമെന്നാണ് ഇവർ പ്രസംഗിച്ചു കൊണ്ടുവരുന്നത്, അല്ലേ? കൃത്യമായിട്ട് ദശാംശവും സ്വോത്രകാഴ്ചയൊക്കെ കൊടുക്കണമല്ലോ അവരുടെ രീതി അനുസരിച്ച്. കൊടുത്തില്ലെങ്കിൽ അവർ ചവിക്കും കളയും. എന്തെങ്കിലും ആകട്ടെ. അതിനിടയ്ക്ക് ഒരു രസകരമായൊരു കാര്യം ഞാൻ പറയാം. ചില മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ചില പ്രസ്താവനകളൊക്കെ നടത്തി. അത് ആത്മീയ ലോകത്ത് വലിയ വൈറലായി തീർന്നൊരു സംഭവമാണല്ലോ. ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുകയും പുള്ളീനെ അങ്ങ് അതിശയിപ്പിച്ച് വല്ലാതെ ആക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത്. പക്ഷെ ഞാൻ അന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു. ആ മനുഷ്യൻ്റെ ഒരു രോമത്തെ തൊടാൻ കഴിയില്ല. ഈ കൊട്ടാരക്കരക്കാരൻ അപ്പോസ്തലൻ്റെ ഒരു രോമത്തെ തൊടാൻ കഴിയില്ല ഈ സംഭവമൊക്കെ. പുള്ളി ഒരാളെ കുത്തിക്കൊന്നെന്ന് പറഞ്ഞാലും അപ്പോൾ കൊലപാതകമാകുമല്ലോ, അതൊന്നും ഒരു വിഷയമല്ല. പുള്ളി എന്ത് മാരകമായ കാര്യം, പുള്ളി മാത്രമല്ല ആ ഗ്രൂപ്പിൽപ്പെട്ട ആര് ചെയ്താലും അവർ അടുത്ത തിരുവല്ലായിൽ നടക്കുന്ന ഒരു സംയുക്ത കൺവെൻഷനിലെ പ്രധാന പ്രസംഗിയായിരിക്കും. തിരുവല്ലായിൽ നടക്കുന്ന ഒരു സംയുക്ത കൺവെൻഷൻ്റെ കോട്ടയത്ത് നടക്കുന്ന ഒരു ഹോപ്പ് അവിടെ നടന്നു കഴിഞ്ഞാൽ ഇവരായിരിക്കും ഒന്നാമത് പ്രസംഗിക്കുന്നത്. അപ്പോൾ അവരിന്നലെ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ, അതൊന്നും ഇവിടെ വിഷയമല്ലെന്നേ, അതൊന്നൊരു വിഷയമല്ല. ഇവിടുത്തെ ഈ മെയിൻ ലൈൻ പെന്തിക്കോസിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സും സീനിയർ പാസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ഇവർ ഒരു സിൻഡിക്കേറ്റാണ് ഇവരെല്ലാം. നിങ്ങൾ പലർക്കും അതൊന്നും അറിയില്ല. ഇവരെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടുപ്പമാണ്. അതുകൊണ്ടാണ് ഇവരെയൊക്കെ പല മീറ്റിങ്ങുകളിലും വിളിക്കുന്നതും പ്രസംഗിപ്പിക്കുന്നതും ഒക്കെ. മണ്ടത്തര പറയുന്ന LKG ക്ലാസ്സിലുള്ള പിള്ളേർക്ക് പോലും ഇങ്ങനെയൊക്കെ കൂടുതൽ ബോധമുണ്ട്. യാതൊരു ബോധമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ കയ്യിൽ ഡസൻ കണക്കിന് കാര്യങ്ങളായിരിക്കുന്നത്. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ മഹാമണ്ടത്തരങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതേസമയം ദൈവത്തിൻ്റെ മഹാകൃപയാൽ തൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളാണ് നമുക്ക് തുറന്നു കിട്ടുന്നത്. നമുക്ക് ഇത്തരക്കാരാരുമായിട്ട് ഒരു സംബന്ധവും ഇല്ല. സംബന്ധമില്ലാത്തതുകൊണ്ട് എനിക്കൊരു ദുഃഖവും ഇല്ല. അവരും ഇവരുമൊക്കെ ആയിട്ട് തോളത്ത് കൈയിടാൻ നമ്മൾ പോകുന്നില്ല. നമ്മൾ സൂക്ഷ്മമായി കാര്യങ്ങളെ പഠിച്ചപ്പോൾ, അന്വേഷിച്ചപ്പോൾ, വെളിപ്പാടിൽ കാര്യങ്ങളെ കണ്ടപ്പോൾ നമ്മൾ പറയുന്ന ഈ പെന്തിക്കോസിലെ വലിയ പങ്ക് ശുശ്രൂഷകർ ഇവരൊക്കെ ആയിട്ട് സിൻഡിക്കേറ്റാണ്. ഇവരെല്ലാം ഒന്നാണ്. ഇവർക്കിതൊന്നും ഒരു വിഷയമല്ല. ആളുകളെ വഞ്ചിച്ചോ ആളുകളെ വലിച്ചോണ്ട് പോയോ നരകത്തിൽ കൊണ്ടുപോയോ അതൊന്നും ഒരു വിഷയമല്ല.
അവർക്ക് ദീപസ്തംഭം മഹാശ്ചര്യം. ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് നടത്തിക്കൊണ്ട് പോകണം. അതിനുവേണ്ടി ആരുമായിട്ടെല്ലാം വേണേലും കൂട്ടുകൂടും. അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ കാണുക. നിങ്ങൾ പലരും അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പക്ഷെ ശ്രദ്ധിക്കുന്ന മനുഷ്യനെന്നുള്ള നിലയിലാണ് ഞാനിതൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ അത്രയും പ്രതിസന്ധിയൊക്കെ ഉണ്ടായിട്ടും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ ആളുകൾ ഇങ്ങനെ ക്യൂ ലൈനിലാണ്. 50,000, 20,000, 1,00,000 പേരൊക്കെ കാണുന്നു എന്ന് പറയുമ്പോൾ പെന്തക്കോസ്റ്റ് ലോകം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഇന്നത്തെ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് അതിന് കാര്യമായിട്ട് വെളിപ്പാടൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ അവരെ പറ്റിക്കാൻ എളുപ്പമാണ്. അവരെങ്ങനെ പറ്റിക്കാം? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം എടുത്തിട്ട് 13-ാം അധ്യായത്തിലേക്ക് ഒന്ന് ചാടിക്കും. 13-ാം അധ്യായത്തിൽ കൊണ്ടുപോയിട്ട് കുറച്ച് വെള്ളിയും കുറച്ച് ചെമ്പും കാണിച്ചിട്ട് പറയും, കണ്ടോ ദൈവം അനുഗ്രഹിച്ച കണ്ടോ എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒരു മൗനം സ്വർഗത്തിലുണ്ടായി എന്ന് പറഞ്ഞ പോലെ മൗനമല്ല, ഇവിടെ ഭയങ്കര അട്ടഹാസമായിരിക്കും. സഹോദരിമാരൊന്നും വെച്ചേക്കില്ല. വെള്ളിയും പൊന്നും അനുഗ്രഹിക്കാൻ പോകുന്നു, മാനിക്കാൻ പോകുന്നു എന്നൊക്കെയല്ലേ പറയുന്നത്. അതേസമയം ഇത് വഞ്ചനയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ കൃപ പ്രാപിക്കണം, വെളിപ്പാടുണ്ടാകണം, അഭിഷേകത്തിൽ നിൽക്കണം, സത്യവചനത്തെ മുറുകെ പിടിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് തിരിച്ചറിയാൻ കഴിയൂ. ഇപ്പം നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇത് തുറന്നു കൊണ്ടുവന്നത്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ, അതായത് നിൻ്റെ പുത്രനായ യേശു ക്രിസ്തു വഴിയാണ് സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. അതെങ്ങനെയാണ്? അതൊരു ദൈവിക വാക്തത്വമാണ്. ആ വാക്തത്വം എന്ന് പറയുന്നത് നിത്യജീവനാണ്. ആ നിത്യജീവൻ തൻ്റെ പുത്രനിലാണ് വെച്ചിരിക്കുന്നത്. പുത്രനുള്ളവന് നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ പ്രാപിച്ചവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവർ മഹത്വത്തിൻ്റെ പ്രത്യാശിയായ ക്രിസ്തുവിനെ വഹിക്കുന്നവരാണ്. ത്രിയേകനാം ദൈവത്തെ വഹിക്കുന്നവരാണ് അവർ. ആ കാരണത്താൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവർ കാഹളത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന മനുഷ്യരാണ്. അവർ ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരല്ല. അത് പഴയ നിയമത്തിലാണ്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ രാത്രിയും പകലും തമ്മിലുള്ള അന്തരമാണ്, വലിയ അന്തരമാണ്. നമുക്ക് ഡയറക്റ്റ് പഴയ നിയമത്തിൽ പോയി ഒരു കാര്യവും വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കാനും പറ്റില്ല. നാം പുതിയ നിയമത്തിൻ്റെ വക്താക്കളാണ്. പുതിയ നിയമത്തിൽ നിന്നുകൊണ്ടേ പറയാൻ പറ്റൂ. ഞാൻ ഒരു സൂചനയും കൂടെ വേഗം തരാം. അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഉദ്ധാനം ചെയ്തതിന് ശേഷം എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചേർന്ന് നടക്കുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ അതിൻ്റെ ഒരു 20 മുതലൊക്കെയുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിൻ്റെ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതായത് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് തന്നെക്കുറിച്ചുള്ള പഴയ നിയമ ഭാഗങ്ങൾ മോശയുടെ പുസ്തകങ്ങളിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും വ്യാഖ്യാനിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ വിശദീകരിച്ചു കൊടുത്തു. അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ കാര്യങ്ങളെ തെളിയിച്ചു കൊടുത്തു. അതായത് തിരുവെഴുത്ത് തെളിയിച്ചു കൊടുത്തെന്ന്, പഴയ നിയമം തെളിയിച്ചു കൊടുത്തെന്ന്. അപ്പോൾ പഴയ നിയമത്തിൽ നിന്ന് തെളിയിച്ചു കൊടുത്തത് എന്താ? ക്രിസ്തുവിനെയാണ് തെളിയിച്ചു കൊടുത്തത്. ശ്രദ്ധിച്ച് കേൾക്കണം, നല്ല അറ്റൻഷനിലിരിക്കണം. ഞാൻ അവസാനിപ്പിക്കാം വേഗം. അതായത് പഴയ നിയമ പുസ്തകം ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിനെ കണ്ടെത്താൻ വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ മറഞ്ഞിരിക്കുന്ന മഹത്വം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഈ പഴയ നിയമ പുസ്തകത്തിലെല്ലാം ക്രിസ്തു മറഞ്ഞിരിപ്പുണ്ട്. അതുപോലെ ഈ പഴയ നിയമ പുസ്തകത്തിലെല്ലാം തൻ്റെ സഭ മറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ നമ്മൾ അടുത്തറിയാൻ വേണ്ടിയും സഭാജീവിതം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സഭാജീവിതത്തിൽ നമ്മൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുൻപോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ബോധ്യത്തിന് വേണ്ടിയാണ് പഴയ നിയമം പഠിക്കുന്നത്. അല്ലാതെ ഒരിക്കലും അബ്രഹാമിൻ്റെ തൊഴുത്തിൽ പോയിട്ട് അവിടുത്തെ ആടുമാട് നാൽക്കാലികൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി കെട്ടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നോക്കണം, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കപ്പെട്ടവനായിട്ടാണല്ലോ വിളിച്ചത്, അല്ലേ? നീ ഒരു അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും എന്നാണ് അബ്രഹാമിനോട് പറഞ്ഞത്. നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നും പറഞ്ഞു. 2 കാര്യം നിങ്ങളുടെ മുമ്പിൽ വെച്ച് അവസാനിപ്പിക്കാം. അബ്രഹാം ഒരു അനുഗ്രഹമായിരിക്കും. അബ്രഹാമിലൂടെ സകല ജാതികളും, അതായത് തൻ്റെ പുത്രൻ മുഖാന്തരം, തൻ്റെ പുത്രൻ്റെ ക്രൂശുമരണം മുഖാന്തരം, ആ ക്രൂശിലൊഴുകിയ രക്തം മൂലം ജാതികളെ ശുദ്ധീകരിക്കുന്നു. ജാതികൾക്ക് പാപമോചനം ലഭിക്കുന്നു, വീണ്ടെടുപ്പും വിടുതലും ലഭിക്കുന്നു. അങ്ങനെ അവർ ദൈവരാജ്യത്തിലേക്ക് വരുന്നു. ആ ദൈവരാജ്യത്തിലേക്ക് വരുന്ന അവരുടെ ആത്മീയ ജീവിതം നയിക്കാൻ ആരംഭിക്കുന്ന എങ്ങനെ? അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതമാണ്. കുഞ്ഞാടിൻ്റെ നിയുക്ത മണവാട്ടി എന്ന നിലയിലാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. അതിനോട് ചേർത്ത് പറയാവുന്നതാണ്, അവർ വിശ്വാസ ജീവിതം ആരംഭിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേരുന്നു. യാത്രയിൽ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് ഒന്നായി തീരുകയാണ്. അതാണ് അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് അവസാനമായി പറയാൻ കഴിയുന്നത്. അങ്ങനെ പറ്റിച്ചേർന്നവർ ക്രിസ്തുവിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. ക്രിസ്തുവിനോടുകൂടെ അവർ യോഗ്യന്മാരായി തീരുകയാണ്. അപ്പോൾ ചേർത്ത് എന്താ പറയാനുള്ളത്? അബ്രഹാം ഒരു അനുഗ്രഹമായി, അബ്രഹാമിലൂടെ ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല. അബ്രഹാമിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ വീണ്ടെടുപ്പ് പ്രാപിച്ചവർ
കുഞ്ഞാടിൻ്റെ നിയുക്ത മണവാട്ടി എന്ന നിലയിലേക്ക് വരുമ്പോൾ, അതായത് കുഞ്ഞാടിൻ്റെ കല്യാണം വരുന്നു, ആ കല്യാണ ദിവസം തൻ്റെ മണവാട്ടി, അതല്ലേ അനുഗ്രഹിക്കപ്പെട്ട നിമിഷം, അതല്ലേ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ. ആ ഒരു നിലയിലേക്ക് വരുന്ന ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി, അതേസമയം വെള്ളിയും പൊന്നും ഉണ്ടായിരുന്ന അബ്രഹാം അന്നത്തെ ദിവസം കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടു വരുന്നവനാണ്. ക്ഷണിക്കപ്പെട്ടു വരുന്ന അബ്രഹാമും ഇസഹാക്കും യാക്കോബൊക്കെ ഏറ്റവും യോഗ്യരായവരാണ്, ഏറ്റവും മാന്യന്മാരാണ്, അവർ ശ്രേഷ്ഠന്മാരാണ്, അവർക്ക് വെള്ളിയും പൊന്നും ഉള്ളവരാണ്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പക്ഷേ അവർ കല്യാണ സദ്യക്ക് ചാപ്പാടടിക്കാൻ വരുന്നവർ മാത്രമാണ്. അതേസമയം വെള്ളിയും പൊന്നും ഒന്നുമില്ലാത്തവർ, ആടുമാട് നാൽക്കാലികൾ, ആൺകഴുതയും പെൺകഴുതയും ഒട്ടകം ഒന്നുമില്ലാത്ത ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി യോഗ്യന്മാരായി തീർന്ന് കുഞ്ഞാടിൻ്റെ കാന്തി എന്ന നിലയിൽ ആ പറയപ്പെട്ട ദിവസം അവൻ കൈപിടിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇതൊരു ന്യൂ ജനറേഷൻ പെന്തിക്കോസ് പാസ്റ്റർക്കും പ്രസംഗിക്കാവുന്ന ടോപ്പിക്കല്ല. ഇത് പ്രസംഗിക്കാൻ ഒരു പെന്തിക്കോസ്റ്റ് പാസ്റ്റർക്ക് മാത്രമേ സാധിക്കൂ. അല്ലെങ്കിൽ വേലയ്ക്ക് വിളിയുള്ളവനെ പറ്റൂ. വേലയ്ക്ക് വിളിയില്ലാത്തവൻ തപ്പിത്തടഞ്ഞ് ഉൽപ്പത്തി 12, 14 ഒക്കെ എടുക്കും. കണ്ണു തുറക്കാത്ത ആളുകളെല്ലാം പുള്ളിയുടെ ചുറ്റും കൂടി അവസാനം ഇതെല്ലാം കൂടെ ഒരൊറ്റ ഒഴുക്കായിരിക്കും ഒഴുകിപ്പോകുന്നത്. ലേക്ക് ഓഫ് ഫയറിലേക്ക് ഒരു പോക്ക് പോകും. എഴുതി വെച്ചോ. ചപിക്കുവാണെന്നൊന്നും ചോദിച്ചേക്കരുത് കേട്ടോ ആരും. ഒരു യാഥാർത്ഥ്യം പറഞ്ഞതാ. ഒരു മനുഷ്യരും അങ്ങോട്ട് പോകണമെന്ന് നമുക്ക് ആർക്കും ആഗ്രഹമില്ലല്ലോ, ഒരാൾക്കും ആഗ്രഹമില്ല. ഈ പറയപ്പെട്ട ഈ വ്യാജ പ്രവചനവും പ്രസംഗമൊക്കെ വ്യാഖ്യാനമൊക്കെ നടത്തുന്ന അദ്ദേഹം പോലും അങ്ങോട്ട് പോകണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഒരാളും അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. സകല മനുഷ്യരും രക്ഷാപൂർത്തിയിലേക്ക് വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവവചനത്തിൻ്റെ സത്യങ്ങളാണ് പറയുന്നത്. പഴയ നിയമവും പുതിയ നിയമവും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. പഴയ നിയമം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ബോംബാണ്. ബോംബ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കയ്യിലിരുന്ന് പൊട്ടും, തവിട് പൊടിയായി പോവും. പഴയ നിയമം വിളിക്കപ്പെട്ടവർ മാത്രം വ്യാഖ്യാനിക്കേണ്ടതാണ്, വേലയ്ക്ക് വിളിയുള്ളവർ. അല്ലെങ്കിൽ ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി വാസ്തവമായും വീണ്ടും ജനിച്ച് ദൈവകൃപയിൽ നിൽക്കുന്നവൻ വ്യാഖ്യാനിക്കാം. അല്ലാത്തവർ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ 12-ൽ നിന്ന് 13-ലേക്ക് ചാടുമ്പോൾ കുറച്ച് വെള്ളിയും പൊന്നും കാണും. അതേസമയം ആഴമേറിയ വെളിപ്പാടുകൾ അവർ കാണില്ല. ആഴമേറിയ കാര്യങ്ങൾ അവരുടെ കണ്ണിന് മുമ്പിൽ തെളിയില്ല. ഇപ്പം ദൈവത്തിൻ്റെ മഹാകൃപയാൽ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്ന എന്താ? ഈ ലൂക്കോസ് 24 എന്താ പറഞ്ഞത്? യേശുക്രിസ്തു അവർക്ക് ഈ കാര്യങ്ങളൊക്കെ തെളിയിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്ന് വന്നെന്നാണ് പറയുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ അന്വേഷിച്ചു പോകുന്നത് എന്തിനു വേണ്ടിയാ? അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മഹത്വം കാണാനല്ലേ? നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എന്താ? അതായത് ക്രിസ്തുവിൻ്റെ അതേ പ്രതിമ ധരിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. നാം അവനോട് സദൃശ്യന്മാരാകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നാം അവനോട് സദൃശ്യന്മാരായില്ല, പകരം ഒരു കാളവണ്ടി നിറച്ച് വെള്ളിയും പിന്നെ ഒരു കാളവണ്ടി നിറച്ച് തങ്ക കട്ടികളും നമുക്ക് ലഭിച്ചു പെന്തിക്കോസി വന്നതിൻ്റെ പേരിൽ. നാം അവനോട് സദൃശ്യന്മാരായി തീർന്നില്ല. ക്രിസ്തുവിൻ്റെ അതേ ഇമേജിലേക്ക് നമ്മൾ വന്നില്ല. പിന്നെ എന്താ? ക്രിസ്തു എന്ന തലയോളം വളർന്നില്ല. ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറഞ്ഞില്ല. ദൈവവിഷയത്തിൽ സമ്പന്നനായില്ല. സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം അഥവാ ഉയരത്തിൽ നിക്ഷേപം ഇല്ലായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും പറയാം. അങ്ങനെ ആയിപ്പോകുന്നതിൻ്റെ കാരണം എന്നാ? ഇങ്ങനെയുള്ള മണ്ടൻ പ്രസംഗങ്ങളും മണ്ടൻ പഠിപ്പീരുകളുടെയൊക്കെ പുറകെ ജനം പോകുമ്പോൾ വഞ്ചിക്കപ്പെട്ടു പോവുകയാണ് സഹോദരങ്ങൾ. ഇത് ഒരാളുടെ ഒരു പ്രസംഗം, ഒരു റാൻറ്റം എന്ന നിലയിൽ ചെക്കിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തതാണ്. ഇതുപോലത്തെ അസംഖ്യം പ്രസംഗങ്ങളാണ് ഈ ഓൺലൈനിലൊക്കെ കിടക്കുന്നത്. അതൊക്കെ കണ്ട ആയിരങ്ങൾ 10,000-ങ്ങളാണ് കോൾമയിൽ കൊണ്ട് നിൽക്കുന്നത്. നമ്മൾ ഈ മെസ്സേജ് കൊണ്ട് യൂട്യൂബിൽ ഇട്ട് നോക്കി 1000 പേര് തേച്ച് കാണില്ല. കാണുമോ? എനിക്ക് തോന്നുന്നില്ല കാണുമെന്ന്. കാരണം ആളുകൾക്ക് രസിക്കുന്ന ടോപ്പിക്കുകളല്ല നമ്മൾ ഈ പറയുന്നത്. ഇത് രസിപ്പിക്കാൻ കഴിയുമോ? യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത്. ഇതെല്ലാം കൂട്ടിമുട്ടിക്കുകയാണ്. വചനങ്ങളെ ചേർത്ത് വെച്ച് ഒരു ഉത്തരത്തിലെത്തുകയാണ് നമ്മൾ. എന്താ നമ്മളെത്തിയ ഉത്തരം? നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയൊരു വാക്യം വായിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എഫേസ് ലേഖനം 3:6 വായിച്ചേ. എഫേസ് ലേഖനം 3:6 വായിച്ച് നമ്മുടെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ഈ വായിച്ച വാക്യത്തിൽ എന്താ കാണുന്നത്? അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണമെന്നുള്ളത് തന്നെ. അങ്ങനെയല്ലേ വായിച്ചത്? അതെ, അങ്ങനെ തന്നെയാണ് വായിച്ചത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു. ആ അനുഗ്രഹത്തിൻ്റെ രൂപരേഖ നമുക്ക് 13-ാം അധ്യായത്തിൽ മാത്രമല്ല തുടർന്നുള്ള അധ്യായങ്ങളിലൊക്കെ കിട്ടും. അതായത് വെള്ളിയും പൊന്നും ചെമ്പും ഇരുമ്പും എന്ന് വേണ്ട നാൽക്കാലികളെ എല്ലാ സംഭവങ്ങളും അബ്രഹാമിന് ലഭിക്കുന്നു. അതേസമയം ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയായ നമുക്കുള്ള വാഗ്ദത്തം എന്ന് പറയുന്നത് ഇപ്പോൾ വായിച്ചതാണ്. ഉൽപ്പത്തി 12-ലല്ല നമുക്കുള്ള വാക്യം കിടക്കുന്നത്, വാഗ്ദത്തം കിടക്കുന്നതും. വാഗ്ദത്തം എന്താ?
സുവിശേഷത്താൽ നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ പ്രവേശിച്ച നാം ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളായി തീരുകയാണ്. ക്രിസ്തുവിനുള്ള സകലത്തിനും നമ്മൾ അവകാശികളായി തീരുകയാണ്. ഇതേ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലുണ്ട് നമ്മെ ദത്തെടുക്കുന്ന കാര്യം. പ്രിയനായവനിൽ നമ്മെ ദത്തെടുക്കുന്ന കാര്യം, ദത്തെടുപ്പ്, അതുമായി ബന്ധപ്പെട്ട് പഠിക്കണം. കൂട്ടത്തിൽ ഈ 3-ാം അധ്യായത്തിൽ ഈ വാക്യം, ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും തൻ്റെ മഹത്വമുള്ള ശരീരത്തിൻ്റെ ഭാഗമായി തീരുവാൻ, ഏക ശരീരസ്ഥർ എന്ന നിലയിലേക്ക് എത്തിച്ചേരുവാനും, പിന്നെ എന്താ, സകല വാക്തത്വങ്ങൾക്ക് നമ്മൾ പങ്കാളികളാകണം. എന്താണ് വാക്തത്വം? നിത്യജീവൻ. നിത്യജീവൻ തൻ്റെ പുത്രനിലാണ് ഇരിക്കുന്നത്. ആ നിത്യജീവൻ പ്രാപിച്ച നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുകയാണ്. അതിനോട് ചേർത്ത് നമ്മൾ കഴിഞ്ഞ നിമിഷങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഫൈനലിലേക്ക് വരുമ്പോൾ പറ്റിച്ചേർന്ന് ഒന്നായി തീർന്ന് ആ ഒരു നിലയിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ ആ വാക്തത്വത്തിലെല്ലാം നമ്മൾ പങ്കാളികളായി മാറുകയാണ്. സകല വാക്തത്വങ്ങൾക്ക് നമ്മൾ പങ്കാളികളായി തീരുകയാണ്. ഇതാണ് സഹോദരങ്ങളെ യഥാർത്ഥ അനുഗ്രഹം. എന്തു വലിയ വഞ്ചനകളാണ് നമ്മുടെ പെന്തിക്കോസ്തും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തും ഒക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകായിരങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരുടെ കണ്ണ് തുറക്കട്ടെ എന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം കൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പ്രസംഗരിങ്ങനെ പറയുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴാണല്ലോ ആളുകൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ ഗ്രഹിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ നമ്മൾ എടുക്കുന്നത്. അതായത് ചില വീഡിയോസ് കാണിച്ചുകൊണ്ടൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. അതല്ലാതെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് ഗ്രാസ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഇത് വളരെ എളുപ്പം മനസ്സിലാകും. ഇങ്ങനെയും പ്രസംഗങ്ങൾ നമ്മുടെ ഇടയിൽ ധാരാളം നടക്കുന്നു. എന്നാൽ അതിൻ്റെ ശരിയായ വ്യാഖ്യാനം, വിശദീകരണം എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് തന്നത്. വാസ്തവമായി നാം ആ സത്യവചനത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുമെങ്കിൽ നാം ആ വാക്തത്വങ്ങൾക്കെല്ലാം പങ്കാളികളായി തീരാൻ വിളിക്കപ്പെട്ടവരാണ്. അതും ഇതുമൊക്കെ കേട്ട് നമ്മുടെ വിരുത് തെറ്റിക്കരുത്. പല വഴിയിൽ നിന്നും പലതും കേൾക്കും, പലതും പലയിടത്തും കാണും. ആ കാണുന്നതിനെല്ലാം കൈ കൊടുക്കാൻ പോകരുത്, കേൾക്കുന്നതിനെല്ലാം ചെവി വട്ടം പിടിക്കരുത്. അതെല്ലാം നമ്മെ അപകടത്തിലെത്തിക്കും. സൂക്ഷ്മതയുള്ളവരായിരിക്കണം. സൂക്ഷ്മതയുള്ളവരായി നാം മുൻപോട്ട് പോകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും അതിന് പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.